ചെങ്കോട്ടയിലെ ദേശീയ പതാക താഴ്ത്തി ഖാലിസ്ഥാൻ പതാക ഉയർത്തിയപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത വൃത്തികെട്ട നികൃഷ്ട ജീവികളാണ് ഇന്ത്യയിലെ മാധ്യമരംഗത്തുള്ളത്. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഈ വിഷ്വൽ മീഡിയ ഇത്രയധികം വെറുക്കുന്നത് കള്ളം പറയുന്നു. ഏത് വാർത്തയും വളച്ചൊടിക്കും, ഏത് വാർത്തയും തമസ്കരിക്കും, ഏത് വാർത്തയും ഇല്ലാത്ത വാർത്തകൾ അവർ നൽകുകയും ചെയ്യും. കേരളത്തിൽ ആദ്യം വിശ്വസനീയത തകർത്ത് കളഞ്ഞത് നമ്മുടെ പത്രമാധ്യമങ്ങളാണ്. പത്രമാധ്യമങ്ങൾക്ക് കൃത്യമായ അജണ്ടയാണ്. ശ്രീകണ്ഠൻ സമർത്ഥനായ പത്രപ്രവർത്തകൻ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വൺമാൻ ഷോ ആണല്ലോ 24 ചാനൽ. അതിനകത്തും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ തൻ്റെ പ്രേക്ഷകരെ തനിക്കിഷ്ടമില്ലാത്തവർക്കെതിരെ തിരിച്ചുവിടാൻ അദ്ദേഹം നടന്ന ശ്രമം നിർഭാഗ്യകരമാണ്. അത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പത്രപ്രവർത്തന രംഗത്തെ കോമഡി ഷോ ആക്കിയ ഒരാളാണ് അരുൺകുമാർ. അതുകൊണ്ടാണ് അരുൺകുമാറിനോട് എനിക്കുള്ള വിയോജിപ്പ്. നട്ടാൽ കുരുക്കാത്ത നുണ ഈ തത്സമയ സംപ്രേഷണം ഉണ്ടെന്ന് കാണിക്കുക, ഇത് വലിയൊരു തെറ്റാണ് ഈ ജനത്തോട് കാണിക്കുന്നത്. ശബരിമല വാർത്ത മറ്റ് ചാനലുകൾ തമസ്കരിക്കുകയും ജനം TV സത്യസന്ധമായി വാർത്ത കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റീസൺ. നമസ്കാരം. ഇൻ്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അതിഥിയായി ചേരുന്നു ശ്രീ കോന്നി ഗോപകുമാർ. വെൽക്കം സാർ. നമസ്കാരം സാർ. ഇപ്പോൾ അടുത്തിടെയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു കാര്യം ഈ വാർത്താ മാധ്യമങ്ങളുടെ വിശ്വാസ്യത ഇല്ലായ്മ, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളുടെ കാര്യത്തിൽ. താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? ഈ പത്രമാധ്യമങ്ങളുടെ കാര്യത്തിൽ ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ ആണല്ലോ എത്ര പത്രം അടിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അത് പലതും സത്യത്തിന് ഫാബ്രിക്കേറ്റഡ് ആണ്. പത്രം അച്ചടിക്കുന്നുണ്ടെങ്കിലും വായനക്കാരിൽ എത്ര പേരിൽ എത്തുന്നുണ്ട്, എത്ര വായനക്കാർ വായിക്കുന്നുണ്ട്, അത് അതിനെക്കുറിച്ച് കൃത്യം ആധികാരികമായ കണക്കൊന്നുമില്ല. അതുപോലൊരു പിന്നെ നമ്മുടെ ഭൂമധ്യരേഖ എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പമാണ് ഈ ബാർക്ക് എന്നൊക്കെ പറയുന്നത്. ബാർക്കിനുള്ള സാങ്ക്ടിറ്റി എന്താ? അങ്ങനെ ശാസ്ത്രീയമായിട്ട് ഒരു ടെലിവിഷൻ പ്രോഗ്രാം ആര് കാണുന്നു, ഏത് പ്രോഗ്രാം എങ്ങനെ കാണുന്നു എന്നൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കുക കഴിയുമോ എനിക്കറിയില്ല അതിനെക്കുറിച്ച്. എന്തായാലും അടുത്ത സമയത്തുണ്ടായൊരു വലിയ വിവാദം, ബാർക്ക് റേറ്റിങ്ങിൽ ഏഷ്യാനെറ്റ് പുറകിലേക്ക് പോയി, 24 ചാനൽ മുന്നിൽ വന്നു എന്നുള്ളതാണ് അതിൻ്റെ അടുത്തിടെ വന്നൊരു ഒരു വിവാദം. അപ്പോൾ ഏഷ്യാനെറ്റ് എന്തിന് പുറകിൽ പോയി, 24 എങ്ങനെ മുന്നേ വന്നു എന്ന് നമുക്ക് ആലോചിക്കാമല്ലേ. എന്താണ് ഏഷ്യാനെറ്റിനേക്കാൾ 24-നുള്ള ഒരു മെച്ചം എന്താണെന്ന് എനിക്ക് സത്യത്തിന് മനസ്സിലാവുന്നില്ല. അത് മുന്നേ വരാനൊരു കാരണം വേണ്ടേ? ഏതടിസ്ഥാനത്തിലാണ് വന്നത്? എനിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾ കുറച്ച് നാൾ പിന്നോട്ട് സഞ്ചരിച്ചാൽ കൃത്യമായി പറഞ്ഞാൽ 2018 ആ സമയത്ത് ജനം TV എന്ന് പറഞ്ഞിട്ടൊരു BJPയുടെ ഒരു എന്താ പറയുക പ്രോ BJP ചാനൽ എന്ന് പറയാവുന്ന ജനം TV വന്നിട്ട് അധികം നാളെ ഉണ്ടായിട്ടില്ല. പക്ഷേ ആ ഒരു സമയത്ത് അവർ ശബരിമല വിവാദം വന്ന സമയത്ത് അവർ ഈ വിശ്വാസികൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവരുടെ പ്രശ്നങ്ങൾ കൂടുതലായി അഡ്രസ്സ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു മുന്നേറ്റം 24-നെ പോലും ആ സമയത്ത് തള്ളിയിട്ട് ഈ ജനം TV കയറി വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അതും ഈ പറഞ്ഞ പോലെ കേട്ടുകേൾവിയാണ്. ആധികാരികമായിട്ട് അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ പറയപ്പെടുന്നത് ആ സമയത്ത് ജനം TV മുന്നേറി. ബിക്കോസ് ശബരിമല വിഷയത്തിന് അവർ അത്രയധികം പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഏഷ്യാനെറ്റ് 24 ഈ ഒരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അടുത്തിടെ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായതായിട്ട് കാണുന്നില്ല. എന്നിട്ടും ആളുകൾ പറയുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് സമയത്തും ഈ പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ അന്ന് അവകാശപ്പെട്ടത് റിപ്പോർട്ടർ ചാനലാണ്. അന്ന് നികേഷ് കുമാർ അദ്ദേഹം അവിടെ ചാനലിൻ്റെ അമരത്ത് തന്നെ ഉണ്ട്. ആ സമയത്ത് റിപ്പോർട്ടർ ചാനലായിരുന്നു മുന്നിൽ കയറിയതെന്നൊക്കെ പറയുന്നു. ഇത് ശരിക്കും ഇവരൊക്കെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണോ? താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താ? അല്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ശബരിമല വിഷയം നിൽക്കുമ്പോൾ ധാരാളം ആളുകൾ ജനം TV കണ്ടിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അത് ഇതിൻ്റെയൊക്കെ ഏറ്റവും മുന്നിൽ റേറ്റിങ്ങിൽ പോയോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. വളരെ ധാരാളം ആളുകൾ ഇത് കണ്ടിരുന്നു. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ മറ്റ് ചാനലുകളൊക്കെ നിർത്തിവെച്ച് ജനത്തിലേക്ക് പോയി. അതിൻ്റെ കാരണം ശബരിമല വാർത്ത മറ്റ് ചാനലുകൾ തമസ്കരിക്കുകയും ജനം TV സത്യസന്ധമായി വാർത്ത കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു റീസൺ. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏഷ്യാനെറ്റിനോടൊപ്പം തന്നെ വന്ന നല്ലൊരു ചാനലായിരുന്നു ഇന്ത്യ വിഷൻ. നികേഷ് കുമാർ എന്ന് പറയുന്ന പത്രപ്രവർത്തകനെ ഞാൻ ആദ്യം കാണുന്നത് ഇന്ത്യ വിഷനിലാണ്. അദ്ദേഹം നല്ല പ്രതീക്ഷ ഉണ്ടാക്കിയൊരു പത്രപ്രവർത്തകനാണ്. അധികം താമസിയാതെ തന്നെ അദ്ദേഹത്തിന് ആ പ്രതീക്ഷയൊക്കെ പോയി. അദ്ദേഹം എൻ്റെ വ്യക്തിപരമായ പ്രശ്നത്തിൽ അദ്ദേഹം വളരെ അപമാനിതനായി ഈ രംഗം വിട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രെഡിബിലിറ്റി ഇല്ലാതെ ഒരു CPM-ൻ്റെ ഒരു ഏജന്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം മാറി. ഒരു അൺസെറിമോണിയൽ എക്സിറ്റാണ് അദ്ദേഹത്തിന് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു അദ്ദേഹത്തെ ആളുകൾക്ക് ഒരു ബഹുമാനമില്ലാതെ അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നു. മനസ്സിലായി. ഇവിടെ ഞാൻ ഈ മീഡിയയെക്കുറിച്ച് പറയുമ്പോഴേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ 2 മീഡിയ, ദൃശ്യമാധ്യമങ്ങളുണ്ട്, പത്രമാധ്യമങ്ങളുണ്ട്. കേരളത്തിൽ ആദ്യം വിശ്വസനീയത തകർത്ത് കളഞ്ഞത് നമ്മുടെ പത്രമാധ്യമങ്ങളാണ്. പത്രമാധ്യമങ്ങൾക്ക് കൃത്യമായ അജണ്ടയുണ്ട്. അത് അവരുടെ ബിസിനസ് താല്പര്യം. മനോരമയ്ക്ക് കൃത്യം ബിസിനസ് താല്പര്യമുണ്ട്. മാതൃഭൂമിക്ക് ബിസിനസ് താല്പര്യവും രാഷ്ട്രീയ താല്പര്യമുണ്ട്. അത് നിറവേറ്റാൻ അവരെന്തും ചെയ്യും.
ഏത് വാർത്തയും വളച്ചൊടിക്കും, ഏത് വാർത്തയും തമസ്കരിക്കും, ഏത് വാർത്തയും ഇല്ലാത്ത വാർത്തകൾ അവർ നൽകുകയും ചെയ്യും. ഈ രണ്ട് പ്രധാന പത്രങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അത് രണ്ടുമാണ് പ്രധാനമായി നിൽക്കുന്ന വാർത്തകൾ. മനോരമയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ബൈബിള് കഴിഞ്ഞാൽ ഏറ്റവും പരിശുദ്ധമായി അവർ കരുതിയിരുന്നത് മനോരമനെ. ഒരു പുരോഹിതൻ, ഒരു ഓർത്തഡോക്സ് പുരോഹിതൻ ഈ മനോരമ പത്രം കത്തിക്കുന്ന ഒരു ക്ലിപ്പിംഗ് ഞാൻ ഒരിക്കൽ കാണുന്നുണ്ട്. ഒരു ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ആണ് കണ്ടത്. അപ്പോൾ ആ മനോരമയുടെ ഒരു ക്രെഡിബിലിറ്റിയുടെ കാര്യം ഞാൻ പറയുന്നത്. ഈ അടുത്ത സമയത്ത് ഒരു ക്രിസ്ത്യൻ സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ഞങ്ങൾ മനോരമ വരുന്നത് വാർത്ത വായിക്കാനല്ല, ചരമക്കോളം നോക്കാനാണ്. കാരണം അതിനകത്ത് ആകെപ്പാടെ മനോരമയിൽ വരുന്ന സത്യസന്ധമായ വാർത്ത ഈ ചരമക്കോളം മാത്രമേ ഉള്ളൂ. പരസ്യം കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരസ്യം വായിക്കാൻ വേണ്ടിയിട്ട് മനോരമ വരുത്തുന്ന പലരെയും എനിക്കറിയാം. അതായത് റിയൽ എസ്റ്റേറ്റ് ആഡുകൾ, കൃത്യമായി വസ്തു വിൽക്കാനുണ്ടോ, വീട് വാങ്ങാനുണ്ടോ, വിൽക്കാനുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ അവകാശപ്പെടുന്ന പത്രമായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ മനോരമയിൽ വരുന്നു. അതുകൊണ്ട് മാത്രം മനോരമ വരുത്തുന്ന ചില ആൾക്കാരെ അറിയാം. അതുപോലെ തന്നെ ഈ പറയുന്ന വിദ്യാഭ്യാസ പങ്ക്തി, അങ്ങനെയുള്ള ചില പ്രത്യേക കോളംസ് വായിക്കാൻ വേണ്ടിയിട്ട് മനോരമ വായിക്കുന്ന ആൾക്കാരെയൊക്കെ അറിയാം. പക്ഷേ ഈ പറയുന്ന താങ്കൾ പറയുന്ന ഈ ഒരു എന്താ പറയുക, വിശ്വാസ്യതയുടെ ഒരു പ്രശ്നം കാരണം മനോരമ വായിക്കാതിരിക്കുന്നു, അങ്ങനെ കേട്ടിട്ടുണ്ട്. താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അങ്ങനെ അതാണോ മനോരമ ഈ പറഞ്ഞ ബിഷപ്പ് കത്തിക്കാനുണ്ട്, അല്ല സോറി, ഒരു പുരോഹിതൻ ഇത് കത്തിച്ചു എന്ന് പറഞ്ഞാലോ, എന്തായിരുന്നു കാരണം? മനോരമയുടെ ക്രെഡിബിലിറ്റി പോയതുകൊണ്ട് തന്നെ. ഇപ്പം അനീഷ് തന്നെ പറഞ്ഞത് റിയൽ എസ്റ്റേറ്റുകാരെ പത്രം വായിക്കുന്നുണ്ട്, മറ്റ് പരസ്യങ്ങൾ കാണാനായിട്ട് മനോരമ വായിക്കുന്നുണ്ട്, വൈവാഹിക കോളത്തിന് മനോരമ വായിക്കുന്നുണ്ട്. മനോരമ പത്രം ഇറങ്ങുന്നത് ഇതിനു വേണ്ടിയല്ല, മനോരമ വാർത്തകൾക്ക് വേണ്ടിയാണ് മനോരമ ഇറങ്ങുന്നത്. മനോരമയുടെ മെയിൻ പർപ്പസ് അല്ലെങ്കിൽ പത്രത്തിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറഞ്ഞാൽ വാർത്ത കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മനോരമ വാർത്ത ആളുകൾ അവഗണിക്കുകയും വൈവാഹിക പരസ്യത്തിലേക്കും റിയൽ എസ്റ്റേറ്റിലേക്കും ചരമക്കോളത്തിലേക്കും പോകുന്നു എന്ന് പറഞ്ഞാൽ പത്രം മരിക്കുകയും പരസ്യം ജീവിക്കുകയും ചെയ്യുന്നതല്ലേ. എത്രയൊക്കെ ന്യൂനതകളുണ്ടെങ്കിലും ഇന്നും കുറച്ച് പേരെങ്കിലും ഒരല്പമെങ്കിലും ക്രെഡിബിലിറ്റി, ഇനിയെങ്കിലും ശേഷിക്കുന്ന ഒരല്പമെങ്കിലും ക്രെഡിബിലിറ്റി കൊടുക്കുന്നത് പത്രങ്ങൾക്കല്ലേ, അച്ചടി മാധ്യമങ്ങൾക്കല്ലേ? ബിക്കോസ് ദൃശ്യമാധ്യമങ്ങൾ എൻറ്റയർലി സമയത്തോട് മല്ലിട്ട് എന്താ പറയുക, ആദ്യം അവർ എയർ ചെയ്യുന്നു, പിന്നീടാണ് വിവരം ശരിയാണോ എന്ന് കൺഫേം ചെയ്യുന്നത്. ആ ഒരു കൾച്ചറിൽ വിഷ്വൽ മീഡിയ പോകുമ്പോൾ പത്രങ്ങൾക്ക് ഇപ്പോഴും ഒരു കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുന്നില്ലേ പത്രങ്ങൾ ക്രെഡിബിൾ ആണെന്ന്? തീർച്ചയായിട്ടും പത്രങ്ങൾ ദൃശ്യമാധ്യമങ്ങളെക്കാൾ കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്നത് പത്രമാധ്യമം തന്നെയാണ്, സംശയിക്കേണ്ട. കാരണം പത്രമാധ്യമങ്ങൾ, നമുക്ക് രാവിലെ നമ്മൾ എണീക്കുമ്പം ആദ്യം ടി വി അല്ല വയ്ക്കുന്നത്, നമ്മളൊക്കെ എണീക്കുമ്പോൾ പത്രമാണ് വായിച്ചു നോക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഏത് ഗ്രാമത്തിൽ ചെന്നാലും കട്ടൻ ചായയും വെച്ച് ഈ പത്രവും നോക്കിയിരിക്കുന്ന ആളുകളെ കടകളിൽ കാണാം, വീടുകളിൽ കാണാം. അപ്പോൾ പത്രം മലയാളിയുടെ ഒരു ദൗർബല്യം തന്നെയാണ്. പക്ഷേ ആ ദൗർബല്യത്തെ മുതലെടുക്കുന്ന ഈ പത്രങ്ങൾ ആത്യന്തികമായി അവർക്കുള്ള കൊലക്കയറ് തന്നെയാണ് അവർ സൃഷ്ടിക്കുന്നത്. അവർ പത്രങ്ങളെ ആളുകൾ, ഇപ്പോൾ ഏത് പത്രം, മനോരമയോ മാതൃഭൂമിയോ, ആളുകൾ വായിക്കുന്നു, പക്ഷേ എത്ര ശതമാനം വിശ്വസിക്കുന്നു? അതാണ് പ്രശ്നം. 100 പേര് വായിക്കുമ്പോൾ 5 പേരെ ആ പത്രത്തിനെ വിശ്വസിക്കുന്നുള്ളെങ്കിൽ പത്രത്തിൻ്റെ പർപ്പസ് 95% പരാജയപ്പെട്ടില്ലേ? ചാനലുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദൃശ്യമാധ്യമങ്ങളുടെ ഒരു അതിപ്രസരമാണ്. ഇവരെ എങ്ങനെയാണ് ജനങ്ങൾ സമീപിക്കുന്നത്? താങ്കളുടെ ഒരു വിലയിരുത്തൽ. ദൃശ്യമാധ്യമങ്ങളുടെ കേരളത്തിൽ ആദ്യം ഉണ്ടായിരുന്നത് ദൂരദർശൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണല്ലോ ഏഷ്യാനെറ്റ് വരുന്നത്. അപ്പോൾ ഏഷ്യാനെറ്റ് വരുമ്പോൾ ഏഷ്യാനെറ്റ് വേറിട്ട ഒരു ചാനൽ എന്നുള്ള നിലയിൽ വാർത്ത കൊടുത്ത് പെട്ടെന്ന് അതാത് വാർത്തകൾ അപ്പോഴപ്പം തന്നെ, മറ്റേ ദൂരദർശൻ്റെ ബുള്ളറ്റിൻ വരുമ്പോഴേ നമുക്ക് കിട്ടുമായിരുന്നു. ഏഷ്യാനെറ്റ് എപ്പോൾ വേണമെങ്കിലും വാർത്ത കൊടുക്കത്തക്ക വിധത്തിൽ വാർത്തയൊക്കെ ആയിട്ട് അവർ വന്നു. ഏഷ്യാനെറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നുവെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റ് പ്രകടമായി ബയസ്ഡായി. പ്രകടമായും അവർ ബയാസ്ഡായി. എങ്ങോട്ട്? അവർ ബയാസ്ഡായിട്ട് പ്രധാനമായിട്ടും ഒരു ഫണ്ടമെൻ്റലിസത്തിന് അനുകൂലമായിട്ട്, ഇടതുപക്ഷത്ത് കുറച്ച് ഒരു പരിധി വരെ ഇടതുപക്ഷം, അതല്ലെങ്കിൽ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം, ഇതിലേക്കൊക്കെ അവർ ചാഞ്ഞു എന്നുള്ളൊരു വസ്തുതയാണ്. അതോടുകൂടി ഏഷ്യാനെറ്റിൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാതായി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റിപ്പോർട്ടറുണ്ട്, ഈ പറയുന്ന പോലെ ഇപ്പം ഏഷ്യാനെറ്റിനെ ബീറ്റ് ചെയ്ത് മുന്നിൽ കയറി എന്ന് അവകാശപ്പെടുന്ന 24 ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു നിലവിലെ സാഹചര്യം അല്ലെങ്കിൽ അവരുടെയൊക്കെ നിലവിലെ ഒരു പെർഫോമൻസിനെ താങ്കൾ എങ്ങനെ അസസ് ചെയ്യുന്നു? നിലവിലുള്ള ചാനലുകളിൽ താരതമ്യപ്പെടുത്തി ചോദിച്ചാൽ ഞാൻ വാർത്ത കാണുന്നത് ഏഷ്യാനെറ്റിൻ്റെ വാർത്ത തന്നെയാണ്. എന്തുകൊണ്ട്? അതിൻ്റെ കാരണം, നിലവിൽ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഒരു ഭംഗി ഒരു വാചകമുണ്ട്, തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞതുപോലെ നിലനിൽക്കുന്ന ചാനലുകളിൽ അല്പം ഭേദം ഏഷ്യാനെറ്റ് ആയതുകൊണ്ട് ആണ് ഏഷ്യാനെറ്റിനെ കാണുന്നില്ല. ഏഷ്യാനെറ്റിനെ 100% വിശ്വസിച്ചുകൊണ്ട് കാണുകയല്ല, ഒരുമാതിരി ന്യായമായി ഒക്കെ അവർ വാർത്തകൾ കൊടുക്കുന്നു എന്നുള്ളൊരു ധാരണയെ കൊടുക്കും. പക്ഷേ ഏഷ്യാനെറ്റ് പറയുന്ന വാർത്തകൾ പലതും നമ്മൾ വിശ്വസിക്കാറില്ല. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ തന്നെ പല കാര്യങ്ങൾ, ഇപ്പോൾ സിന്ധു സൂര്യകുമാർ ഏഷ്യാനെറ്റ് വന്ന് സംസാരിക്കാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിയോജിപ്പുണ്ട്. സിന്ധു സൂര്യകുമാർ പറയാനുള്ള സിന്ധു സൂര്യകുമാർ പറഞ്ഞിട്ട് പോട്ടെ, നമ്മൾ എടുക്കാം, അവഗണിക്കേണ്ടി അവഗണിക്കും. അല്ലാതെ സിന്ധു സൂര്യകുമാർ ഇങ്ങോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് ജനമൊന്നും അതൊന്നും എടുക്കുന്ന കാര്യമല്ല.
അപ്പോൾ അത് അവർ പറയാനുള്ള അവർ പറഞ്ഞു പോയി, അവരുടെ ശമ്പളം ഇത് പറയാനാണ് കൊടുത്തു പോയി. വാർത്തകളുടെ കാര്യത്തിൽ തന്നെ ഇതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 2019 തെരഞ്ഞെടുപ്പിലാണ്, അന്ന് പ്രശാന്ത് രഘുവംശം എന്നൊരു റിപ്പോർട്ടർ ഈ ഏഷ്യാനെറ്റിന് ഡൽഹി അത് എപ്പോൾ പോയാലും അത് ഏറ്റവും കൂടുതൽ റിയാക്ഷൻ എടുക്കുന്നത് സീതാറാം യെച്ചൂരിയുടെയാണ്. സീതാറാം യെച്ചൂരിയുടെ ഒരു റിയാക്ഷന് ഇന്ത്യൻ പൊളിറ്റിക്സ് സത്യത്തിന് വലിയ കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ഇടതുപക്ഷ ആഭിമുഖ്യം കാണാം, അദ്ദേഹം യെച്ചൂരിയുടെ അടുപ്പം കാണാം. ഇത് എപ്പോൾ ചെന്നാൽ പിന്നെ ഡൽഹിയിലെ CPM ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനായിട്ട് കാത്തു നിൽക്കുന്നു ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. 19 തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം ഒരു UP-യിലെ ഒരു പോണ്ടിൻ്റെ ഒരു കുളത്തിൻ്റെ കരയിൽ കുറേ ആളുകളെയൊക്കെ ഇരുത്തിയിട്ട് അവരോടൊക്കെ അഭിപ്രായം ചോദിക്കുന്നു. കുറേ പേര് പറയുന്നു BJPക്ക് വോട്ട് ചെയ്യും, കുറേ പേര് പറയുന്നു കോൺഗ്രസിന് വോട്ട് ചെയ്യും, കുറേ പേര് പറയുന്നു സമാജ്വാദി പാർട്ടിക്കൊക്കെ വോട്ട് ചെയ്യുന്നു. അദ്ദേഹം തന്നെ കൺക്ലൂഡ് ചെയ്യുന്നു ഈ പ്രാവശ്യം BJP തോറ്റുപോകും. പ്രശാന്ത് രഘുവംശം പറയുന്നതാണ്. പ്രശാന്ത് രഘുവംശം വളരെ ബയാസ്ഡായിട്ടാണ് പറയുന്നതും ഒട്ടും ക്രെഡിബിൾ അല്ലെന്നും ഇത് വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ലെന്നും എൻ്റെ മനസ്സാക്ഷിക്ക് എനിക്കറിയാം. അതുകൊണ്ട് സാധാരണ ഞാൻ ചെയ്യുന്ന എന്താണ്, സ്കിപ്പ് ചെയ്ത് നമ്മൾ റിമോട്ട് കൺട്രോൾ എൻ്റെ കയ്യിലിരിക്കുകയല്ലേ, ഞാൻ അപ്പോഴേ മാറ്റിക്കളയും, അടുത്ത ചാനലിലേക്കും. അങ്ങനെ ഒരു ചാനലിലേക്ക് പോകാൻ 3-4 ചാനലുകൾ കിടക്കുകയാണ്. അവിടെയാണ് 24 ചാനൽ വന്നത്. 24 ചാനലിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നത് അവിടെ വന്നു സംപ്രേഷണമൊക്കെ തുടങ്ങിയെങ്കിലും അതൊരു ശ്രീകണ്ഠൻ നായർ സെൻറ്റേഡ് ഒരു ചാനലായിട്ടാണ് തുടങ്ങി. ശ്രീകണ്ഠൻ നായർ ചിന്തിക്കുന്ന എന്തോ അതാണ് 24 ചാനൽ ചിന്തിക്കുന്നത്. ശ്രീകണ്ഠൻ നായരുടെ രാഷ്ട്രീയം എന്താണോ അതാണ് 24-ൻ്റെ രാഷ്ട്രീയം. ശ്രീകണ്ഠൻ നായരുടെ മിത്രങ്ങൾ ആരൊക്കെയാണോ അത് 24-ൻ്റെ മിത്രം. ശ്രീകണ്ഠൻ നായരുടെ ശത്രുക്കൾ 24-ൻ്റെ ശത്രുക്കൾ. അതൊന്നും എൻ്റെ ശത്രുവല്ല. ശ്രീകണ്ഠൻ നായരുടെ ശത്രു എൻ്റെ ശത്രുവല്ല, ശ്രീകണ്ഠൻ നായരുടെ മിത്രം എൻ്റെ മിത്രവുമല്ല. ഈ ഒരു ബോധത്തോടു കൂടിയാണ് താങ്കൾ ഓരോ വാർത്താ ചാനലിനെ സമീപിക്കുന്നത്. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന സാമാന്യ ജനങ്ങളും എല്ലാവരും ഇതേ രീതിയിൽ ചിന്തിക്കണമെന്നില്ല. കുറച്ച് പേരെങ്കിലും ഇപ്പോൾ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനെ വിശ്വസിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ചിലപ്പോൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ ആരാധിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇദ്ദേഹം പറയുന്നു ഓക്കെ ഫൈൻ, ഇതാണ് ശരി എന്ന് ചിലരെങ്കിലും വിശ്വസിക്കില്ലേ? അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറയണമെങ്കിൽ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും എവിഡൻസ് വേണം. ഉദാഹരണത്തിന് മറുനാടൻ ഷാജൻ എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ ഈ സ്റ്റുഡിയോയിൽ വന്നുകൊണ്ടൊന്നും ഞാൻ പറഞ്ഞതല്ല. ഷാജന് നിർഭയമായി ധീരമായി വാർത്ത കൊടുക്കുന്നൊരു പത്രപ്രവർത്തകനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ ഇത് വരുന്നതിന് മുമ്പ് എൻ്റെ ഫേസ്ബുക്കിലൊക്കെ എഴുതുമ്പോഴും ഞാൻ പലപ്പോഴും മറുനാടനെക്കുറിച്ചും സോയിമനെക്കുറിച്ചും അവർ കൊടുക്കുന്ന വാർത്തകളെക്കുറിച്ചും എഴുതാറുണ്ട്. ഇത് തികച്ചും എൻ്റെ സ്നേഹസൗഹൃദം കൊണ്ട് പറയുന്നതല്ല, എൻ്റെ മനസ്സാക്ഷി തോന്നുന്ന എഴുതുന്നൊരു കാര്യമാണ്. ഷാജനെ അറസ്റ്റ് ചെയ്തപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ശക്തമായി ഷാജനോടൊപ്പം നിന്നു. എൻ്റെ ഒരു റീഡിങ്ങാണ് ഞാനീ പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളും ഷാജനെ അറസ്റ്റ് ചെയ്തു, എന്തിനാണ് ഷാജനെ വേട്ടയാടുന്നത്, ഷാജൻ എന്ത് തെറ്റാണ് ചെയ്തത്. അപ്പോൾ ഷാജനെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ആളുകളാണ്. അപ്പോൾ വലിയൊരു ജനസമൂഹം, കേരളത്തിലെ ജനങ്ങളിലെ കടുത്ത CPM പക്ഷപാതമുള്ള ആളുകളോടകം, CPMകാർ പോലും ഷാജനെ സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ട് എനിക്കറിയാം. എന്തിനാണ് ഷാജനെ വേട്ടയാടേണ്ട കാര്യമില്ല, ഇത് ഷാജൻ്റെ വാർത്ത കൊടുത്തു പോകട്ടെ എന്ന് പറഞ്ഞാൽ പല ആളുകളെ എനിക്കറിയാം. CPMകാരുണ്ട്. അപ്പോൾ ഷാജൻ്റെ പേരിലൊരു നടപടി സ്വീകരിച്ചപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹം ഷാജനോടൊപ്പം നിന്നു. ഇപ്പോൾ ഷാജനെ അറസ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഷാജൻ BJPക്കാരനല്ലല്ലോ. ശോഭാ സുരേന്ദ്രൻ അവിടെ പോയിരുന്നു, ഷാജനെ ഇറക്കണോ എന്ന് പറഞ്ഞു. അതിന് വലിയൊരു അക്സെപ്റ്റൻസാണ് കിട്ടിയത്. ശോഭയുടെ അഭിപ്രായമാണ് പറഞ്ഞത്, പക്ഷേ അതിൻ്റെ സമൂഹത്തിൽ കിട്ടിയ വലിയൊരു അക്സെപ്റ്റൻസാണ്. അപ്പോൾ ധീരമായി ശോഭ അതിനകത്ത് ഇടപെട്ടു എന്നാണ്. അല്ലാതെ എന്തിനു പോയി ശോഭ ഷാജനെ ഇറക്കിക്കൊണ്ട് വന്നു എന്നല്ല ചോദിച്ചത്, ശോഭ ധീരമായി ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പോൾ ഒരാൾക്കൊരു പ്രതിസന്ധി എത്തുമ്പോഴാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ കാണുന്നത്. ശ്രീകണ്ഠൻ നായർക്ക് അങ്ങനെ ഒരു ബഹുമാനം ഉണ്ടെന്ന് പറയണമെങ്കിൽ ശ്രീകണ്ഠൻ നായരുടെ പിന്നെ അംഗീകാരം തെളിയിക്കപ്പെടണം. അങ്ങനെ ഒരു ക്രൈസിസ് 24-ന് വന്നാൽ ഒരു പക്ഷേ അന്നേരം അറിയാം. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഏഷ്യാനെറ്റിനെ പിന്നെ നിരോധിച്ചുകൊണ്ടുള്ളൊരു ഉത്തരവ് വന്നു, ഓർക്കുന്ന ഏഷ്യാനെറ്റ് മീഡിയ വണ്ണം ഒരേ ദിവസം കേരളം അത് ആഘോഷിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഈ വിഷ്വൽ മീഡിയ ഇത്രയധികം വെറുക്കുന്നത്? കള്ളം പറയുന്നുകൊണ്ടാണ്. ഈ 3 തരത്തിലുള്ള കാര്യങ്ങളുണ്ടെന്ന് പറയുന്നത്. ഒന്ന് കള്ളം, മറ്റൊന്ന് പച്ചക്കള്ളം, മൂന്നാമത്തെ സ്ഥിതിവിവരക്കണക്ക്. ഇവരുടെ സ്ഥിതിവിവരക്കണക്കേ കള്ളമാണ്. സ്ഥിതിവിവരക്കണക്ക് ഇൻ ദ സെൻസ് അവരുടെ വ്യൂവർഷിപ്പിനെ കുറിച്ചുള്ള അതവരുടെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമായി കണ്ടാൽ പോലെ. അല്ല, അത് മതി. ഓക്കെ, അത് കള്ളമാണ്. വാർത്തയിൽ അവരെന്ത് കള്ളം കാണിക്കുന്നു എന്നുള്ളതാണ്. വാർത്തയിൽ ഞാൻ പറഞ്ഞു, ഷഹനാബാദിലെ എൻ്റെ പിന്നിൽ ഒരു മുസ്ലിം പള്ളി കത്തിയെരിയുന്നു എന്ന് പറഞ്ഞ വാർത്ത എവിടെയാണ് വന്നത്? ഏഷ്യാനെറ്റിലല്ലേ വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര വലിയ അപരാധമാണ് ആ പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ചെയ്ത. അയാൾ പത്രപ്രവർത്തകനായിട്ടൊന്നും ഞാൻ കണക്കാക്കില്ല.
ഒരു വലിയ കലാപത്തിന് തുടക്കം കുറിക്കുകയല്ലേ ആ മനുഷ്യൻ ചെയ്തത്. അത് ഏഷ്യാനെറ്റിനെ പോലൊരു ചാനലിൽ അത് വരാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു ഗവൺമെൻറ്റിനെ മറിക്കാൻ എന്തെല്ലാം ആയുധങ്ങൾ ഉപയോഗിച്ചു. കർഷക സമരം, അന്വേഷണം ആലോചിക്കുന്നു. ഈ കർഷക സമരം എന്ന് പറയുന്നത് ഈ ഇന്ത്യയിലെ 10-28 സംസ്ഥാനമുള്ള ഇന്ത്യയിൽ പഞ്ചാബിൽ മാത്രമേ ആളുകൾ കൃഷി ചെയ്യുന്നുള്ളൂ. പഞ്ചാബിൽ മാത്രമേ കൃഷി ചെയ്യുന്നുള്ളൂ. അവർ ട്രാക്ടർ ഓടിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുക. ആന്ധ്രയിൽ കൃഷി ചെയ്യുന്നില്ലേ, തമിഴ്നാട്ടിൽ കൃഷി ചെയ്യുന്നില്ലേ, കർണാടകത്തിൽ കൃഷി ചെയ്യുന്നില്ലേ, കേരളത്തിൽ കൃഷിയില്ലെങ്കിലും 4 മുഴുവൻ കർഷകരാണെങ്കിലും കേരളത്തിലുണ്ടല്ലോ. ഡൽഹിയുടെ ചുറ്റപ്പെട്ട് കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആ സംസ്ഥാനങ്ങളിൽ നിന്ന് പിന്നെ പഞ്ചാബിൽ നിന്ന് മാത്രമല്ലേ വന്നുള്ളൂ. യു പിയിൽ നിന്ന് പോയതൊക്കെ പരാജയപ്പെട്ടില്ല. രാജേഷ് ടിക്കായി തന്നെ പരാജയപ്പെട്ടു. വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം പഞ്ചാബികളാണ് ഈ വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ പഞ്ചാബികളെ ഇളക്കി വിടുന്നത് ഖാലിസ്ഥാൻവാദികളാണ്. ഞാനതാണ് ഞാൻ പറഞ്ഞത്. രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെ പിന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കലാപങ്ങൾ നടക്കുമ്പോൾ അത് നമ്മുടെ ദൃശ്യ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. ചെങ്കോട്ടയിലെ ദേശീയ പതാക താഴ്ത്തി ഖാലിസ്ഥാൻ പതാക ഉയർത്തിയപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത വൃത്തികെട്ട നികൃഷ്ട ജീവികളാണ് ഇന്ത്യയിലെ മാധ്യമരംഗത്തുള്ളത്, ഇന്ത്യയിലുള്ളത്. അതിനെ എതിർത്ത് സംസാരിക്കാൻ 2-3 ചാനലുകൾ മാത്രമേ ഉണ്ടായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അത് ആഘോഷിക്കുകയായിരുന്നു, ഏതോ ഒരു ധീരസാഹസികനായ ഒരുത്തം കാണിച്ച പോലെ. കാരണം അവിടെ ഒരു സംഘർഷമുണ്ടാക്കി, വെടിവയ്പ്പുണ്ടാക്കി ഒരു ഗവൺമെൻറ്റിനെ മറിക്കാൻ ശ്രമിക്കുമ്പോൾ മാധ്യമങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഒരു താങ്കൾ പറഞ്ഞ പോയിന്റ് ഒരു എക്സ്റ്റൻഷനായിട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റ് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വാർത്ത കൊടുക്കുന്നു എന്ന് താങ്കൾ പറയുന്നു. ഇപ്പോൾ കേരള പെർസ്പെക്റ്റീവ് ചിന്തിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏഷ്യാനെറ്റിനെതിരെ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് അത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ചാനലാണ്. ദാറ്റ് മീൻസ് സംഘി ചാനലാണ്. അവർ ചാണക സംഖ്യകളാണ് അവിടെ വാർത്ത വായിക്കാൻ ഇരിക്കുന്നവർ എന്നുള്ളതാണ് ഏഷ്യാനെറ്റിനെതിരെ ഉയരുന്ന ആരോപണം. അതേസമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ താങ്കൾ തന്നെ പ്രശാന്ത് രഘുവംശത്തിൻ്റെ ഉദാഹരണം പറഞ്ഞു. അതുപോലെ മറ്റു പല വാർത്തകളും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഇവർ ഏറ്റവും കൂടുതൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ BJPക്കെതിരെ വാർത്തകൾ കൊടുക്കുന്ന ഒരു മലയാളം ചാനലാണ് ഏഷ്യാനെറ്റ്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ അതേ ചാനൽ തന്നെയാണ് അദ്ദേഹത്തിനെതിരായി വാർത്ത കൊടുക്കുന്നത്. ശരിക്കും അങ്ങനെ നോക്കുമ്പോൾ അവരൊരു നിഷ്പക്ഷമായി ചിന്തിക്കുന്നു എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല, സാധിക്കുന്നില്ല. അതിൻ്റെ കാര്യത്തിലേ അവരിപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ചാനൽ എന്നുള്ള നിലയേക്കാൾ കൂടുതൽ ആളുകൾ കാണുന്നത് ഏഷ്യാനെറ്റ് എന്നുള്ള നിലയിലാണല്ലോ. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ തന്നെ 2 കാര്യമുണ്ട്. പ്രശാന്ത് രഘുവംശം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ബിനു വി ജോൺ മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന പത്രക്കാരനാണ് ബിനു വി ജോൺ. തീർച്ചയായും ഞാൻ ബിനു വി ജോണിനെ എനിക്കിഷ്ടമാണ്. അതെ, ബിനു ഞാൻ കണ്ടിട്ടില്ല, ബിനു വി ജോണിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ബിനു വി ജോണിനെ ഞാൻ അംഗീകരിക്കുകയും പ്രശാന്ത് രഘുവംശത്തിനെ ഞാൻ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം ഇവരുടെ 2 പേരുടെയും വായനയിലുള്ള അല്ലെങ്കിൽ ഈ പ്രവർത്തന രംഗത്തുള്ള അവരുടെ സമീപനങ്ങളാണ്. അവരുടെ വ്യക്തിപരമായിട്ട് നമുക്ക് ഇഷ്ടാനിഷ്ടങ്ങളല്ലല്ലോ, അവരുടെ സമീപനങ്ങളോടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം രാജീവ് ചന്ദ്രശേഖരന് ഇത് നടത്തുന്ന ആളാണ്. രാജീവ് ചന്ദ്രശേഖരൻ നടത്തുന്ന ആളാണ്. കുറേ കാലം മുമ്പ് ഷാജിനുമായുള്ളൊരു ഇൻ്റർവ്യൂവിലാണ് പറഞ്ഞത്, എൻ്റെ വാർത്ത പോലും പിന്നെ എൻ്റെ വാർത്ത വരണമെങ്കിൽ കാല് പിടിക്കണം. അപ്പം ഞാൻ പറഞ്ഞത് അത് തന്നെ ഒരു രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പത്ര ഉടമയുടെ പരാജയമാണ്. എൻ്റെ വാർത്ത വരണമെങ്കിൽ ഞാൻ കാല് പിടിക്കണം. ആരുടെ കാല പിടിക്കേണ്ടത്? വാർത്ത വരേണ്ട കാല് പിടിച്ചാണോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏഷ്യാനെറ്റിൻ്റെതായ ഒരു എഡിറ്റോറിയൽ പോളിസി ഉണ്ട്, അല്ലെങ്കിൽ ഒരു എഡിറ്റോറിയൽ ടീമുണ്ട്. അതൊരു വ്യക്തിയുടെ മാത്രം തീരുമാനമല്ല അവിടെ നടപ്പാക്കുന്നത്. ഒരു സെറ്റ് ഓഫ് ആൾക്കാർ, മുതിർന്ന കുറച്ച് മാധ്യമപ്രവർത്തകരുടെ ഒരു പാനലിരിക്കുന്നു, അവർ തീരുമാനിക്കുന്നു, നടപ്പാക്കുന്നു. അവിടെ പുറമെ നിന്ന് ഒരാൾക്ക് ഇടപെടാൻ ഏഷ്യാനെറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറിൽ ഒരു മുതലാളിക്ക് പോലും ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. രാജീവ് ചന്ദ്രശേഖർ അത് തിരിച്ചറിയുന്നു. അങ്ങനെ ഇടപെട്ടാലും ഫലം കാണില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ചറിവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആ സ്ഥാപനത്തിൻ്റെ ഭാഗമല്ല, പുറമേ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായിട്ട് അവിടെ വാർത്തകൾ വരുന്നില്ല. ഈ പറയുന്നത് പോലെ സ്റ്റേറ്റ് പ്രോസ്പെക്റ്റീവിലേക്ക് ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു, ഈ CPM-ന് AKG സെൻറ്ററിൽ വാർത്തകൾ ചെയ്യാനായിട്ട് പ്രശാന്ത് രഘുവംശം അവിടെ പോയി സീതാറാം യെച്ചൂരിക്ക് മുന്നിൽ കാത്തുകെട്ടി കിടക്കുന്നു എന്ന് പറയുന്നു. അതേ ഏഷ്യാനെറ്റിൽ തന്നെയാണ് CPM-നെതിരെ നിശിതമായ വിമർശനം വരുന്നത്. ഇതേ ബിനു വി ജോണിനെതിരെയാണ് CPM-കാർ കേസെടുക്കുന്നത്. ഇളമരം കരീം എന്ന നേതാവിനെ കൊല്ലാൻ ആഹ്വാനം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ഒരു ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ബിനു വി ജോണിനെതിരെ കേസെടുക്കുന്നു, അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി പോസ്റ്റ് ഒട്ടിക്കുന്നു. ഇതെല്ലാം നേരിടുന്നത് ഏഷ്യാനെറ്റിലെ ജീവനക്കാരാണ്. ഇത് കാണാതിരിക്കാൻ സാധിക്കുമോ? തീർച്ചയായും. അതാ ഞാൻ പറഞ്ഞത്, പത്രപ്രവർത്തകൻ, ഞാൻ പറഞ്ഞത് കേരളത്തിലെ പത്രപ്രവർത്തനത്തിനൊരു ചരിത്രമുണ്ട്. അത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയിൽ നിന്ന് തുടങ്ങുന്നതാണ്. ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് കേരളത്തിലെ ദൃശ്യ മാധ്യമമുള്ള പത്രപ്രവർത്തകൻ, ആത്മാഭിമാനമുള്ള പത്രപ്രവർത്തകൻ, അനുകരണീയമായ ഒരു മാതൃകയാക്കി മാറ്റേണ്ടത്. അതിന് കഴിയുന്ന പത്രപ്രവർത്തകർ കേരളത്തിൽ വംശനാശം സംഭവിച്ചു പോയി എന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സർക്കുലേഷൻ വിങ്ങോ അഡ്വർടൈസ്മെൻറ്റ് വിങ്ങോ ഇല്ലായിരുന്നു. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ അന്നൊരു സ്റ്റാൻഡ് എടുക്കാം. പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ. ഇത് കോർപ്പറേറ്റ് കാലമാണ്. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പോളിസി അല്ലെങ്കിൽ എഡിറ്റോറിയൽ പോളിസി തന്നെ കച്ചവട താല്പര്യത്തിന് അല്ലെങ്കിൽ പരസ്യ താല്പര്യത്തിന് അനുസൃതമായി മാറ്റേണ്ടി വന്നാൽ അവരെ തെറ്റു പറയാൻ സാധിക്കുമോ? അവരെ തെറ്റു പറയുകയല്ല, ആരാച്ചാരുടെ ചുമതല തൂക്കിക്കൊല്ലുക എന്നുള്ളതാണ്. ഞാൻ തെറ്റു പറയുന്നില്ല.
പക്ഷേ മാധ്യമങ്ങളുടെ പ്രഥമമായ കർത്തവ്യം വാർത്തകൾ നിഷ്പക്ഷമായി നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ റിയൽ എസ്റ്റേറ്റുകാർക്കെതിരായ ഒരു വാർത്ത അവർ കൊടുക്കത്തില്ല, ക്വാറിക്കാർക്കെതിരായ ഒരു വാർത്ത കൊടുക്കത്തില്ല, ബാറുകാർക്കെതിരായ ഒരു വാർത്ത കൊടുക്കത്തില്ല, സ്വർണ്ണക്കടക്കാർക്കെതിരായിട്ടൊരു വാർത്ത കൊടുക്കത്തില്ല, തുണിക്കടക്കാർക്കെതിരായ ഒരു വാർത്ത കൊടുക്കത്തില്ല. അങ്ങനൊരു മാധ്യമത്തിനെ കേരളത്തിലെ ജനങ്ങളെല്ലാം വാർത്ത വായിക്കാൻ ഞാൻ ചിലപ്പോൾ ചാനൽ വയ്ക്കും. അതാ ഞാൻ മുമ്പേ അന്വേഷണോട് പറഞ്ഞത്, ഈ ചാനൽ വയ്ക്കുന്ന എന്തോ സംഭവിച്ചു എന്നറിയാനാണ്. അത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ ചാനലിൻ്റെ ക്രെഡിബിലിറ്റി പോയി. അനീഷ് ഞാൻ പറയുന്നത് കേട്ടു, ഓക്കെ, പക്ഷേ അനീഷ് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ക്രെഡിബിലിറ്റിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഏഷ്യാനെറ്റ് പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നില്ല. മനോരമ അച്ചടിക്കുന്നത് ഞാൻ വായിക്കാറുണ്ട്, ഞാൻ വിശ്വസിക്കുന്നില്ല. മാതൃഭൂമിയിലാണെങ്കിൽ മാതൃഭൂമി പത്രത്തിന് വേറൊരു കാര്യമുണ്ടെന്ന്. ആദ്യം വീരേന്ദ്രകുമാറിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. രാമൻ്റെ ദുഃഖം എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു പുസ്തകം എഴുതി. അത് നിരോധിച്ചതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അതിനെ ബാൻ ചെയ്തതിനെക്കുറിച്ചോ നിരന്തരമായ ആരൊക്കെയോ പ്രസ്താവന ചെയ്യുന്ന പത്രം മുഴുവൻ പ്രസ്താവനകളാണ്. അവസാനം സുകുമാർ അഴീക്കോട് പറഞ്ഞു, രാമൻ്റെ ദുഃഖം വായനക്കാരൻ്റെ ദുഃഖമായിട്ട് മാറി, ഇതല്ലാതെ വേറെ ഒന്നും ഇല്ല ഇന്നത്തെ പറയാനെന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ലേഖനം ലഘുലേഖയായിട്ട് കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ ചിത്രം ഒരു പ്രാവശ്യം ഞാൻ ആ മാതൃഭൂമിക്ക് അന്ന് ഞാൻ ആ പത്രാധിപർക്ക് വ്യക്തിപരമായി കത്തെഴുതി. ഒരു ദിവസത്തെ പത്രത്തിൽ 4 സ്ഥലത്താണ് വീരേന്ദ്രകുമാറിൻ്റെ ഫോട്ടോ കൊടുത്തിരിക്കുന്നത്, 4 സ്ഥലത്ത്. ഇപ്പോൾ തന്നെ ശ്രേയാംസ് കുമാറിന് ഒരു പാർട്ടിയുണ്ട്, ലോക താന്ത്രിക് പാർട്ടി. മാതൃഭൂമി സ്ഥിരമായിട്ട് വായിച്ച് ഞാൻ മാതൃഭൂമി വിശ്വസിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ പാർട്ടി എന്ന് പറയുന്നത് ലോക് താന്ത്രിക് പാർട്ടിയാണ്. ഞാൻ മാതൃഭൂമി വിശ്വസിച്ചുള്ള കാര്യമായി പറഞ്ഞു, വിശ്വസിച്ചില്ലേ കുഴപ്പമൊന്നുമില്ല, അപ്പം ഞാനതാണ് പറഞ്ഞത്. എങ്ങോട്ടാണ് ഈ പത്രങ്ങൾ പോകുന്നത്? ഈ പത്രാധിപരെ പ്രൊജക്റ്റ് എൻ്റെ പത്രം നടത്തുക എന്ന് പറഞ്ഞാൽ എത്ര അപമാനകരമാണ്. പക്ഷേ ഏഷ്യാനെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു വാർത്ത വരണമെങ്കിൽ അദ്ദേഹം കാല് പിടിക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അല്ല, അദ്ദേഹത്തിൻ്റെ വാർത്ത വരണമെങ്കിൽ അദ്ദേഹത്തിന് ആരുടെയും വാർത്ത വരാൻ കാല് പിടിക്കേണ്ട കാര്യമില്ലാത്ത ഒരു മാധ്യമമാണ് അദ്ദേഹം സൃഷ്ടിക്കേണ്ടത്. വാർത്ത അന്വേഷിച്ച് പോയി സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാൻ ഒരു സംവിധാനം ഏഷ്യാനെറ്റിലുണ്ടായെങ്കിൽ ആരുടെയും കാല് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തിനാണ് കാല് പിടിക്കുന്നത്? നിലവിലെ ഈ സിസ്റ്റമൊക്കെ അങ്ങനെ നിൽക്കട്ടെ, പക്ഷേ ഇതിൻ്റെ ഒരു കാര്യകാരണങ്ങളിലേക്ക് സബ്ജക്റ്റീവായ കാര്യമാണ്, അതിൽ പുറമേ നിന്ന് ഒരാൾക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ല. എന്നാലും ഒരു നിരീക്ഷണം എന്നുള്ള രീതിയിൽ മാറി നിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു കാര്യം, ഇപ്പോൾ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ, ഇപ്പോൾ ഏഷ്യാനെറ്റ് 24 ആണല്ലോ ഇപ്പോഴത്തെ ഒരു ഹോട്ട് കേക്കായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ BJPയുടെ ഒരു പ്രോ സംഘി ചാനൽ എന്നുള്ള രീതിയിൽ CPM ആക്ഷേപിക്കുന്ന അങ്ങനെയാണ്. പിന്നെ ചില മറ്റ് പദപ്രയോഗങ്ങളോടൊപ്പം ഏഷ്യാനെറ്റ് എന്നുള്ളതിൽ ഏഷ്യ മാറ്റിയിട്ട് പല പദപ്രയോഗങ്ങളും അവർക്കെതിരെ അവർ ഉപയോഗിക്കുന്നുണ്ട്, അതവരുടെ രാഷ്ട്രീയ താല്പര്യം. അപ്പോൾ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ നേരിടുന്ന ഒരു ചാനൽ. അപ്പോൾ അതിൻ്റെ ഒരു മാധ്യമപ്രവർത്തനം ചിന്തിക്കുമ്പോൾ ഇതൊരു പ്രോ BJP ചാനൽ എന്ന് എല്ലാവരും പറയുമ്പോൾ ഇതൊരു BJP ചാനലല്ല എന്ന് സ്ഥാപിച്ചെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നൊരു മാധ്യമപ്രവർത്തനം തോന്നിയാൽ തെറ്റ് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? BJPക്ക് എതിരായ വാർത്തകൾ മാക്സിമം കൊടുക്കുക. അതായിരിക്കുമോ അവർ ഈ ചെയ്യുന്നത്? ഈ പറയുന്ന പ്രശാന്ത് രഘുവംശം പോയിട്ട് യെച്ചൂരിയുടെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ യാതൊരു റോളും ഇല്ലാത്ത യെച്ചൂരിയുടെ അഭിപ്രായം തേടുന്നതും, ഈ പറയുന്ന കർഷക സമരം ഉൾപ്പെടെയുള്ള സർക്കാർ വിരുദ്ധ BJP വിരുദ്ധ സമരങ്ങൾക്കെല്ലാം അമിതമായ പ്രാധാന്യം കൊടുക്കുന്നതുമൊക്കെ ഇത്തരം ഒരു ചിന്തയുടെ ഭാഗമായിട്ടായിരിക്കുമോ? അല്ല, അങ്ങനെ വരാൻ സാധ്യതയില്ല. അവരുടെ പൊളിറ്റിക്കൽ ബയാസാണ് അതിന് കാരണമായിട്ട് വരുന്നത്. അതായത് വ്യക്തികളുടെ അതായത് രഘുവംശത്തിന് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ബയാസ് ഉണ്ട്. അതാണ്. MG രാധാകൃഷ്ണൻ അവിടെ വന്നിരുന്നില്ലേ ഏഷ്യാനെറ്റിൽ? അതെ. എന്ത് ക്വാളിറ്റേറ്റീവ് ചേഞ്ച് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റി? അദ്ദേഹം വേണ്ട നിശബ്ദനായി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. MG രാധാകൃഷ്ണൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആരും അറിഞ്ഞു പോലും ഇല്ലല്ലോ, ഒരാൾ അറിഞ്ഞില്ല. അതേസമയം വിനു വി ജോണിൻ്റെ കാര്യത്തിൽ നടപടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശക്തമായ പ്രതികരണം കാഴ്ചക്കാരുടെ ഭാഗത്തുനിന്ന്, പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടായി. വിനു വി ജോണിനെ ഒരു ഘട്ടത്തിൽ വിനു വി ജോൺ രാജിവെക്കും എന്നോ സംതിങ് എന്തോ ഒരു വിവാദം ഉണ്ടായ പോലെ എനിക്ക് തോന്നി. അദ്ദേഹം ജോലി ഉപേക്ഷിക്കാൻ പോകുന്നു സംതിങ്, അങ്ങനെ ഞാൻ കേട്ട്. ശരിയാകണമെന്നില്ല, എനിക്കറിയില്ല. എന്തോ ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആളുകൾ വിനു വി ജോണിനെ ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ വിനു വി ജോണിനെ ശ്രദ്ധിക്കുന്നു. MG രാധാകൃഷ്ണനെ പോലെ ഒരാൾ അവിടെ വിട്ടുപോയപ്പോൾ ആളുകളത് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വിനു വി ജോൺ കുറച്ചുകൂടെ നിഷ്പക്ഷനാണ്. അദ്ദേഹത്തെ വിശ്വസിക്കുന്നു എന്നാണ്. വിനു വി ജോൺ കുറച്ചുകൂടെ നിഷ്പക്ഷനാണ്. അതേസമയം MG രാധാകൃഷ്ണൻ ആ നിഷ്പക്ഷത അദ്ദേഹത്തിൻ്റെ തെളിയിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം നിഷ്പക്ഷനാണെന്ന് ഞാൻ കരുതുന്നില്ല, അദ്ദേഹത്തിന് തെളിയിക്കാനായിട്ട് കഴിഞ്ഞില്ല. പ്രശാന്ത് രഘുവംശവും നിഷ്പക്ഷനല്ല, അദ്ദേഹം വളരെ ബയാസ്ഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ എന്നാണ് ഇനി പറയുന്നത്. ഇവരെയൊന്നും വ്യക്തിപരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് പറയുകയല്ലോ. അപ്പോൾ ഈ പത്രപ്രവർത്തകർക്കുണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവരെ ഈ ശീതീകരിച്ച സ്റ്റുഡിയോ റൂമിലിരുന്നു കൊണ്ട് ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നു. പക്ഷേ റിസീവിങ് എൻഡിൽ വരുന്നപ്പോൾ ആളുകളിൽ എങ്ങനെ അത് റിസീവ് ചെയ്യുന്നു? ചിലർ அதை അംഗീകരിക്കുന്നു, ചിലരതിനെ എതിർക്കുന്നു,
ചിലരതിനെ അവഗണിക്കുന്നു, ചിലതിനെ അവജ്ഞയോടെ തള്ളിക്കളയുന്നു. പക്ഷേ ഭൂരിപക്ഷം ആളുകൾ ആ ചാനലിനെയും ആ ചാനൽ ക്യാമറയുടെ മുന്നിലിരിക്കുന്ന പത്രപ്രവർത്തകനെയും ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ, അല്ലെങ്കിൽ നിഷ്പക്ഷരെന്നും നമുക്ക് വിചാരിക്കാൻ കഴിയുന്ന ഒരു ജനസമൂഹം അവരെ എങ്ങനെ അംഗീകരിക്കുന്നു? അതാണ് ഒരു പത്രപ്രവർത്തനം കിട്ടുന്ന അംഗീകാരം. ഇതേ വിനു വിജോണിൻ്റെ കാര്യം തന്നെ പറയാം. അദ്ദേഹമായിട്ട് സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയുമ്പോൾ അദ്ദേഹം എപ്പോഴും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയധികം സ്പേസ് എഡിറ്റോറിയൽ ഫ്രീഡം തരുന്ന മറ്റൊരു സ്ഥാപനത്തിൽ എൻ്റെ അറിവിലില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേ ചാനൽ തന്നെയാണ് പ്രശാന്ത് രഘുവംശത്തിന് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് പറയാനുള്ള, അല്ലെങ്കിൽ താങ്കൾ പറയുന്നത് പോലെ, എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്ന്, അദ്ദേഹം ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിന് അനുസൃതമായ വാർത്തകൾ എറിയാനുള്ള സ്പേസ് ഏഷ്യാനെറ്റ് കിട്ടുന്നുണ്ട്. എളമരം കരീമിനെ വിമർശിക്കാനും നരേന്ദ്രമോദിയെ വിമർശിക്കാനും ഒരേ സമയം സ്പേസ് കൊടുക്കുന്ന ചാനലായിട്ട് ഏഷ്യാനെറ്റ് മാറുന്നു എന്ന് വിനു വിജോണുമായിട്ടുള്ള വ്യക്തി സംഭാഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയധികം എന്താ പറയുക, ജനാധിപത്യപരമായി ഒരു മാധ്യമപ്രവർത്തകന് ഇടപെടാൻ പറ്റുന്ന ഒരു ചാനൽ, ശരിക്കും പറഞ്ഞാൽ ആ ചാനലിനെ എന്തിനു തള്ളിപ്പറയണം? ഒരു പ്രേക്ഷകൻ എന്തിനു വിശ്വസിക്കാതിരിക്കണം? കാരണം ഈ വാർത്തകളെല്ലാം പ്രേക്ഷകൻ കാണുന്നുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കാണാം, വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു ചോദ്യത്തിന്, ആ ഒരു വാദത്തിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഏഷ്യാനെറ്റ് നമ്മൾ കാണുമ്പോൾ അത് നമ്മുടെ ഈ റിമോട്ട് കയ്യിലുണ്ടല്ലോ അനിഷി. അപ്പോൾ ഏഷ്യാനെറ്റ് കാണുമ്പോൾ എനിക്കിഷ്ടമില്ലാത്ത വാർത്തകൾ തള്ളിക്കളയാം, എനിക്കുള്ള റൈറ്റ് എനിക്കുണ്ട്. ഇഷ്ടമുള്ളത് കാണാം, ഇഷ്ടമുള്ളത് കാണാം. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഇഷ്ടമുള്ളത് ഏഷ്യാനെറ്റ് കൂടുതൽ സമയം ഞാൻ ചിലവഴിക്കണമെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ എൻ്റെ ടെലിവിഷൻ സെറ്റിൻ്റെ മുന്നിൽ എന്നെ പിടിച്ചിരുത്താൻ കഴിവുള്ള ആളുകൾ ഏഷ്യാനെറ്റിൽ ഉണ്ടാകണം. അതില്ലെങ്കിൽ ഞാൻ ഇരിക്കില്ല, ഞാൻ ആ സ്കിപ്പ് ചെയ്ത് പോകും. ഈ 24ലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായരുടെ ഒരു ഒൺമാൻ ഷോ ആണെന്ന് താങ്കൾ നേരത്തെ പറയുകയുണ്ടായി. ഒരു പക്ഷേ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരായിരിക്കും അവരുടെ ഒരു നിലനിൽപ്പ്. അതിനെ എങ്ങനെ കാണുന്നു? ഈ പറയുന്നത് പോലെ എന്തോ ചാനൽ മാറി വന്നപ്പോൾ 24 വന്നു, അതിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന എന്തോ ഒരു സംഗതി ഉണ്ട് എന്നുള്ളൊരു തോന്നൽ താങ്കൾ സാധൂകരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. പ്രശ്നം എനിക്ക് തോന്നിയ ഒരു കാര്യത്തിൽ ശ്രീകണ്ഠൻ നായർ സമർത്ഥനായ പത്രപ്രവർത്തകൻ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വൺമാൻ ഷോ ആണല്ലോ 24 ചാനൽ. അതിനകത്തും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ തൻ്റെ പ്രേക്ഷകരെ തനിക്കിഷ്ടമില്ലാത്തവർക്കെതിരെ തിരിച്ചുവിടാൻ അദ്ദേഹം നടന്ന ശ്രമം നിർഭാഗ്യകരമാണ്. അത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനസ്സിലായി. അത് സബ്ജക്റ്റീവായ കാഴ്ചപ്പാടാണ് താങ്കളുടെ. ഓക്കെ, ഈ ചാനലുകൾ മത്സരിക്കുകയാണ്, അതായത് അവരോട് തന്നെ മത്സരിക്കുകയാണ്. അതായത് ഈ ചാനലിൽ എന്ത് വാർത്ത വരുന്നു അതിനേക്കാൾ വേഗത്തിൽ, അതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ചാനൽ ആദ്യം വരണം, അല്ലെങ്കിൽ നമ്മുടെ ചാനലിലാണ് വരുന്നത് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഇവർ ചില ശ്രമങ്ങൾ നടത്താറുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഷിരൂരിലുണ്ടായ ആ ലോറി പോയ ആ ഒരു ദൗർഭാഗ്യകരമായൊരു സംഭവം, ഒരു ചാനൽ, ഞാൻ പേര് പറയുന്നില്ല, ഏറ്റവും ആദ്യം വിവരങ്ങൾ ഷിരൂരിൽ നിന്ന് നൽകുന്നത് നമ്മുടെ ചാനലാണ്. ചില ചാനലുകൾ എഴുതി കാണിച്ചു അദ്ദേഹത്തിൻ്റെ ട്രക്ക് കണ്ടെത്തി, ശരീരഭാഗം കണ്ടെത്തി, ഇനി DNA പരിശോധന മതി, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇവരെങ്ങനെ വിശ്വസിക്കും? അതാണ് ഞാൻ പറഞ്ഞ പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ നട്ടാൽ കുരുക്കാത്ത നുണ ഈ തത്സമയ സംപ്രേഷണം ഉണ്ടെന്ന് കാണിക്കുക. ഇത് വലിയൊരു തെറ്റാണ് ഈ ജനത്തോട്ട് കാണിക്കുന്നത്. ഈ ചില ചാനലുകൾ പറയുന്നത് കേട്ടാൽ, ഈ അർജുൻ തന്നെ നേരത്തെ അവരെ അറിയിച്ചിട്ട് ഞാൻ മണ്ണിനടിയിലോട്ട് പോകാൻ തുടങ്ങുകയാണ്, ഞാൻ യാത്ര തിരിക്കുക എന്നുള്ള മട്ടിൽ പോയി എന്നുള്ളത് മട്ടിലാണ് ഇവരൊക്കെ പറയുന്നത്. ആ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം വെച്ച് ആ മനുഷ്യൻ്റെ ഒരു മരണം സത്യത്തിന് ആഘോഷിക്കുന്നത് കാണുമ്പോൾ എങ്ങനെയാണ് ഇവരെ അംഗീകരിക്കാനായി തോന്നുന്നത്? ഇവിടുന്ന് സാധാരണഗതിയിൽ ദുരന്തമുഖങ്ങളിൽ റിപ്പോർട്ടർമാർ പോകാറുണ്ട്. ദൂരേക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആൾക്കാരില്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ബ്യൂറോ എവിടെയാണോ അവിടെ നിന്ന് റിപ്പോർട്ടർമാർ പോകുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് തന്നെയാണ് ഒരു കീഴ്വഴക്കവും. പക്ഷേ ഇപ്പോൾ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ഡെസ്കിൽ നിന്ന് നേരിട്ടൊരു മുതിർന്ന മാധ്യമപ്രവർത്തനം അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അദ്ദേഹം അവിടെ പോയിട്ട് അങ്ങ് ആഘോഷിക്കുകയാണ്, അദ്ദേഹം അങ്ങ് അഴിഞ്ഞാടുകയാണ് എന്നുള്ള തരത്തിലൊക്കെ ചില വിലയിരുത്തലുകൾ വരുന്നു. ഷിരൂരിൽ തന്നെ നമുക്കറിയാം, ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വാർത്താ അവതാരകനാണ്, മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് ശ്രീ അരുൺകുമാർ. അദ്ദേഹം ഷിരൂരിൽ നേരിട്ട് പോവുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ താങ്കളും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതൊക്കെ എങ്ങനെയാണ്, താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് അരുൺകുമാറുടെ അവജ്ഞയാണ് തോന്നുന്നത്. ഒരു പത്രപ്രവർത്തകൻ ആ ദുരന്തം ആഘോഷിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. സത്യസന്ധമായി വാർത്ത കൊടുക്കുന്ന ഒരു പത്രപ്രവർത്തകനെ അവിടെ കണ്ടില്ല. ദുരന്തം ആഘോഷിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അവിടെ കണ്ടത്, അരുൺകുമാറിൽ. അദ്ദേഹം എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ SP എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് കയർത്ത് കയറി സംസാരിക്കുകയാണ് ചെയ്തത്. എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. താങ്കൾക്ക് ഇങ്ങനെ അതിൻ്റെ ഒരു അല്ല, അദ്ദേഹം കുറച്ചു കാലം മുമ്പ് ഇലക്ഷൻ്റെ സമയത്ത് ഒരു കുതിരപ്പുറത്ത് കയറി പാലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലൂടെ പോകുന്നത് കണ്ടു. അദ്ദേഹം കുതിരപ്പുറത്തിരുന്ന് ഒരു ജേതാവിനെ പോലെ വഴിയെ പോകുന്ന ആളുകളോട് കുറേ പാവങ്ങളെ വിളിച്ച് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്, അവരാർക്കാണ് വോട്ട് ചെയ്യുന്നത്, റാണ പ്രതാപ് സിംഗ് കുതിരപ്പുറത്തിരിക്കുന്നില്ല, ഈ മനുഷ്യൻ കയറി കുതിരപ്പുറത്തിരിക്കുന്ന എന്തൊക്കെയോ വിഡ്ഢിത്തങ്ങൾ പറയുന്നു, ആരോടൊക്കെ എന്തൊക്കെയോ ചോദ്യം ചോദിക്കുന്നു. എന്നിട്ട് പാലായിലെ റിസൾട്ട് കുതിരപ്പുറത്തിരുന്ന് തന്നെ പ്രഖ്യാപിക്കുന്നു. പ്രഖ്യാപിച്ച റിസൾട്ടല്ല ജനം വോട്ട് ചെയ്തത്, അത് വേറെ കാര്യം. ഇതൊക്കെ ഒരു 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 പരിഹാസം. അതായത് നമ്മൾക്കൊരാൾ ഈ കോമഡി ഷോ കാണിക്കുമ്പോൾ ഇത് കാണിക്കാം, പത്രവാർത്തയിൽ കോമഡി ഷോ ആക്കരുത്.
ഈ പത്രപ്രവർത്തന രംഗത്തെ കോമഡി ഷോ ആക്കിയ ഒരാളാണ് അരുൺകുമാർ. അതുകൊണ്ടാണ് അരുൺകുമാറിനോട് എനിക്കുള്ള വിയോജിപ്പ്. സർ, ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പല മാധ്യമങ്ങളിൽ നിന്ന് പല റിപ്പോർട്ടർമാർ വരുന്നു. പഴയ കാലത്തെ ദൂരദർശൻ, ആകാശവാണി കോൺസെപ്റ്റിൽ അത് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ചെന്ന് നിൽക്കുന്നു, ആസ് ഇറ്റ് ഈസ് ഇന്ന കാര്യം സംഭവിച്ചു, ഇന്ന ഡേറ്റിൽ ഇന്ന സമയം വരെ ഇന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും ഡ്രൈ ആയിട്ടുള്ളൊരു നറേഷനാവും. അതേസമയം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ ഇങ്ങനെ ചാനൽ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു റിമോട്ട് വെച്ചിട്ട്, ജസ്റ്റ് ഒരു ചാനൽ എത്തും, ഇവിടെ കൊള്ളാലോ, സംതിങ് ന്യൂ എന്നൊരു പ്രേക്ഷകന് തോന്നുകയും അവൻ്റെ മനസ്സിലേക്ക് ഒരു ഹൂക്ക് ഇടാൻ പറ്റുകയും ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ സാധിക്കൂ. അതിനുവേണ്ടി നമ്മളൊരു വിഷ്വൽ ട്രീറ്റ് ഒരുക്കണം. ഇതാണ് ചാനലുകളുടെ ഇപ്പോഴത്തെ ഒരു പ്രഖ്യാപിത അജണ്ട. അതിൻ്റെ ഭാഗമായി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് ഇത് എന്ന് പറഞ്ഞാൽ താങ്കൾ യോജിക്കും? അപ്പം അതിനെ എനിക്ക് മറുപടി പറയണമെങ്കിൽ ഇത് രാമായണ മാസമാണ്. ഈ രാമബാണമേറ്റ് മരണത്തെ കാത്തു കിടക്കുന്ന ബാലിയുടെ മുന്നിലേക്ക് ശ്രീരാമൻ ചെല്ലുകയാണ്. ശ്രീരാമൻ ബാലിയോട് പറയുന്നു, ലോകത്തിൽ ന്യായവും സത്യവുമുണ്ട്. ന്യായം മറ്റൊരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ളതാണ്, സത്യം അനുഭവിച്ചറിയാനുള്ളതാണ്. ഈശ്വരനിഷ്ടം സത്യമാണ്. അപ്പോൾ ഓരോ ചാനലിനും ഓരോ ന്യായം കാണും, സത്യം വ്യത്യസ്തമായിരിക്കും. ഈശ്വരനെ പോലാണ് പ്രേക്ഷകൻ, അവൻ ഇഷ്ടപ്പെടുന്ന സത്യമാണ്. അതിലേത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞാലും എത്ര ഭംഗിയായിട്ട് പാക്ക് ചെയ്ത് ന്യായം കൊടുത്താലും ആ ന്യായത്തിൻ്റെ വിലയെ കാണത്തുള്ളൂ, സത്യത്തിൻ്റെ വിലയും കാണും. താൽക്കാലികമായി ഒരു വാർത്താ ചാനലിൽ ഒരു ക്ലിപ്പിങ്ങിൽ 4 പ്രേക്ഷകരെ സംഘടിപ്പിക്കാൻ കഴിയുമെങ്കിലും ഒരു ചാനലിൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാതായാൽ പിന്നെ അത് നമുക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ചാനലുകളുടെ ന്യായാന്യായം എന്തെങ്കിലും ആയിക്കോട്ടെ, സത്യത്തിൽ ഉറച്ചു നിൽക്കണം ചാനലുകൾ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ്. ഇപ്പോൾ മാധ്യമം ഗ്രൂപ്പ് എഡിറ്റർ അബ്ദുറഹ്മാൻ സാഹിബായിട്ട് ഒരിക്കൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിഷ്പക്ഷം എന്നൊരു പക്ഷമില്ല. ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നേ പറ്റൂ. ഒരു മാധ്യമപ്രവർത്തകൻ ഒരു വാർത്തയെ സമീപിക്കുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നേ പറ്റൂ. ആ പക്ഷം ജനപക്ഷമായിരിക്കണം, അതായിരിക്കണം ശരിയുടെ പക്ഷം. അങ്ങനെ വരുമ്പോഴാണ് മാധ്യമപ്രവർത്തകൻ്റെ ജീവിതം സാർത്ഥകമാകുന്നത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹം പറയുന്നുണ്ട്. അതിനോട് വ്യക്തിപരമായി ഞാൻ യോജിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാധ്യമം ഒരു വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവാം. അതിൽ ഏതെങ്കിലും ഒരു ശരി മാധ്യമം അങ്ങ് കൈക്കൊള്ളുന്നു. മാധ്യമം ഇൻ ദ സെൻസ് ആ മീഡിയ സ്ഥാപനം കൈക്കൊണ്ടിട്ട് അത് അവർ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അവർ ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ട്, അവരുടെ ശരി മാത്രം കൊടുക്കുന്നു. അവരുടെ ഭാഗം പറയുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ആ വിഭാഗത്തിൻ്റെ മാത്രം കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നൊരു മാധ്യമം അങ്ങ് സ്വയം ധരിച്ചാൽ താങ്കൾ ഈ പറയുന്ന സത്യവും ന്യായവും ഏതായിരിക്കും പുലരുക? അല്ല, അതിനകത്ത് അബ്ദുള്ള പറയുമ്പോൾ ഒരു കാര്യമുള്ളത്, ഒരാൾ അത് പത്രപ്രവർത്തകനോ വ്യക്തിയോ ആരെങ്കിലുമായിട്ട് അദ്ദേഹം പറയുന്ന വാക്കും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും തമ്മിൽ കുറച്ചെങ്കിലും ഒരു സാദൃശ്യം വരണം. വാക്കൊരിടത്തും പ്രവൃത്തി മറ്റൊരിടത്തുമായാൽ ആരും ആദരണീയരായിട്ട് മാറത്തില്ല. അത് അബ്ദുള്ള അല്ല, വേറെ ആരായാലും അബ്ദുറഹ്മാൻ സാഹിബ്. ശരി, അബ്ദുറഹ്മാൻ സാഹിബ്. അപ്പോൾ അതായിക്കോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ വാക്കും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും യോജിച്ച് വരണ്ടേ. ഇപ്പം മീഡിയ വണ്ണ് അവരുടെ ചാനലിൽ അവർക്ക് ഇഷ്ടമുള്ള വാർത്ത കൊടുത്തോട്ടെ. മീഡിയ വണ്ണ് അധികം ആരും കാണാതെ പോകുന്നതിൻ്റെ കാരണം എന്താണ്? മീഡിയ വണ്ണ് ഇപ്പം മാർക്ക് റേറ്റിംഗ് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ശരി, മീഡിയ വണ്ണ് ഏറ്റവും ബാക്കിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ മീഡിയ വണ്ണിന് അവരുടേതായ ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസിനെ കേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ പല വാർത്തകളും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സെൻസ് നോക്കുമ്പോൾ അവർ സക്സസ് അല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം പാർട്ടി പത്രങ്ങളുണ്ട്, വീക്ഷണമുണ്ട്, ദേശാഭിമാനിയുണ്ട്, ജനയുണ്ട്. അവർക്കൊരു ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ട്. അതൊരു ഗസറ്റാണ്, അത് പത്രമല്ല. മീഡിയ വണ്ണ് മറ്റൊരു ഗസറ്റിൻ്റെ ദൃശ്യരൂപമാണ്. അതൊരു ഒരു മാധ്യമ ചാനലായിട്ട് എനിക്ക് കരുതാൻ പറ്റില്ല. അത് താങ്കളുടെ വ്യക്തിപരമായ നിരീക്ഷണമാണ്. ഓക്കെ. പക്ഷേ പല മാധ്യമങ്ങളും, ഇപ്പോൾ പേരെടുത്ത് പറയുന്നില്ല, അവർ ഞങ്ങൾ ഇന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ ഇന്ന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അവരൊക്കെ അപ്രഖ്യാപിതമായി ഏതെങ്കിലും ഒരു വക്താവായി, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെയോ പ്രസ്ഥാനത്തിൻ്റെയോ വക്താവായിട്ടല്ലേ നിലനിൽക്കുന്നത്. ഇപ്പോൾ ചില ചാനലിൻ്റെ മുതലാളിമാർ അവരുടെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ക്രിമിനൽ ട്രാക്ക് റെക്കോർഡ് ഉണ്ടാവാം. പക്ഷേ അപ്പോൾ അവരുടെ ആ ഒരു ക്രൈം റെക്കോർഡ്സിനെ മറച്ചു വെക്കാനും അവരുടെ താല്പര്യങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ ആ ചാനൽ പൊതുസമൂഹത്തിൽ നിലകൊള്ളുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ മാധ്യമരംഗത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഒരു പരിധിവരെ വ്യത്യസ്തമായ താല്പര്യങ്ങൾ കാണാം. ഇപ്പം ഞാൻ അറിയുന്നത് റിപ്പോർട്ടർ ചാനൽ പിന്നെ ഏതോ ഒരു കുപ്രസിദ്ധമായ ഒരു കൊള്ള കേസിൽ അതിൻ്റെ പിന്നിൽ നിന്ന് ചില ശക്തികൾ ആ ചാനലിനെ വിലയ്ക്ക് വാങ്ങിച്ചു എന്ന് പറയുന്നു. ശരിയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ശരി,
ആളുകൾക്ക് മാന്യത കിട്ടാൻ, അംഗീകാരം കിട്ടാൻ പത്രവും ചാനലും തുടങ്ങിയാൽ അതുകൊണ്ട് മാത്രം അംഗീകാരവും മാന്യതയും കിട്ടാൻ പോകുന്നില്ല. അതിന് സംശയിക്കേണ്ട കാര്യമില്ല. അവർ ചെയ്യുന്ന ജോലിയോടെ സത്യസന്ധത കാണിച്ചെങ്കിൽ മാത്രമേ പൊതുസമൂഹം അവരെ അംഗീകരിക്കുകയുള്ളൂ. മനസ്സിലായി, പോയിന്റ് ക്ലിയറാണ്. ഇപ്പോൾ ഇതിൽ ഈ ചാനലുകളെ എന്തുകൊണ്ട്, മാധ്യമങ്ങളെ പൊതുവെ എന്തുകൊണ്ട് ജനങ്ങൾ വെറുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ വിശ്വാസ്യത ഇല്ലാതായി എന്ന കാര്യം ചോദിക്കുമ്പോൾ ഒരു കാര്യം, എസ്പെഷ്യലി ദൃശ്യമാധ്യമങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോൾ, ഈ ദുരന്ത മുഖത്ത് കൊണ്ടുപോയിട്ട് അവിടെ ആഘോഷമാക്കുന്ന അവരുടെ ഒരു പ്രവണത, അതായത് ഒരാൾ ഇപ്പോൾ ഷിരൂരിലെ തന്നെ ബാധിക്കപ്പെട്ട അർജുൻ്റെ വീട്ടിൽ പോയിട്ട് അയാളുടെ അമ്മയുടെ പ്രതികരണം ചോദിക്കുക, ഒരു ജവാൻ കൊല്ലപ്പെട്ടു, അയാളുടെ വീട്ടിൽ ചെന്നിട്ട് എന്താണ് പറയാനുള്ളത്, ആ ദുഃഖത്തിലാണ്ട് നിൽക്കുന്ന ആ ഒരു മോബിനോട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുക, ഇതൊക്കെ ഒരുതരം നികൃഷ്ട പ്രവൃത്തിയായിട്ടാണ് വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? അല്ല, ഒരു കൊല്ലപ്പെട്ട ഒരു ജവാൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും അമ്മയുടെയും പ്രതികരണം എടുക്കണമെന്നില്ല. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ, അദ്ദേഹത്തിൻ്റെ നാട്ടുകാരുടെ, അവരുടെ പ്രതികരണം എടുക്കുന്നതിൽ തെറ്റില്ല. അപ്പം ഒരു ചെറുപ്പക്കാരനായ ഒരു ജവാൻ കൊല്ലപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ വീട് കാണിക്കാം, അതിൻ്റെ ചുറ്റുപാട് കാണിക്കാം, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ സ്ഥിതി കാണിക്കാം, അദ്ദേഹത്തിനെ സഹായിക്കാൻ നമുക്ക് അഭ്യർത്ഥിക്കാം, അദ്ദേഹത്തിനോട് സഹാനുഭൂതി ഉണ്ടാക്കാൻ അത് സഹായിക്കാം, പട്ടാളത്തിലോട്ട് അല്ലെങ്കിൽ കൂടുതൽ ദൗത്യം ഏറ്റെടുക്കാൻ ചെറുപ്പക്കാരെ പ്രേരിപ്പിക്കത്തക്ക വിധത്തിൽ തന്നെ ഉപയോഗിക്കാം. അതൊക്കെ വളരെ പോസിറ്റീവായൊരു കാര്യമാണ്. കരഞ്ഞു കിടക്കുന്ന അമ്മയെയും ഭാര്യയെയും സഹോദരിയെയും പോയി ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഈ കരഞ്ഞ് കിടക്കുന്നവരെ കാണിച്ചാലും കുഴപ്പമില്ല, കരയാത്തവരെ കരയിപ്പിച്ച് കാണിക്കുക എന്ന് പറയുന്നതാണ് അതിൽ നികൃഷ്ടമായൊരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്കൾക്ക് എങ്ങനെ? തീർച്ചയായിട്ടും അതും ഞാൻ കണ്ടിട്ടുണ്ട്. ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ച് അവരെ പൊട്ടിക്കരയിച്ച് വാർത്ത ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതിപ്പം എന്താ പറയുന്ന, ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിനും ചോര തന്നെ കൊതുകിന് കൗതുകം, അതേ പറയാനുള്ളൂ. ഈ മനുഷ്യരായാൽ തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കും, അത് സ്വാഭാവികമാണ്. തെറ്റുകുറ്റങ്ങളില്ലാത്ത ആരുമില്ല. ഇപ്പോൾ ഈ സംസാരിക്കുന്ന എനിക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ സംസാരിക്കുന്നതിലും ചിലപ്പോൾ തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടാകും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ മാധ്യമപ്രവർത്തകർ പറയുന്ന ഹിസ്റ്റോറിക് ആയിട്ടുള്ള ബ്ലണ്ടേഴ്സൊക്കെ പലപ്പോഴും, ഇപ്പോൾ ഇതൊരു സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ, ട്രോളുകൾക്കൊക്കെ വിധേയപ്പെടാറുണ്ട്. അതിനെയൊക്കെ എങ്ങനെ കാണുന്നു? ഇപ്പോൾ ഈ അടുത്തിടെ ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞ ഒരു പാലത്തിൻ്റെ ഉയരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപക്ഷെ ടങ് സ്ലിപ്പായിരിക്കാം, എനിക്കറിയില്ല എന്താണ് റീസൺ എന്നുള്ളത്. ആക്ച്വലി ഞാൻ ആ വാർത്ത കണ്ടിട്ടുമില്ല. പക്ഷേ പറഞ്ഞതിലൊരു ചെറിയൊരു പിശക്, ആ പിശകിൻ്റെ പേരിൽ ആ ലേഖകനെ തേജോവധം ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിനെ എതിർക്കുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ അത് ആഘോഷിക്കുന്നു. ശരിക്കും ഇതിനു മുന്നേ അദ്ദേഹം ഒരുപാട് നല്ല വാർത്തകൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു അബദ്ധത്തിൻ്റെ പേരിൽ, ഒരു ടങ് സ്ലിപ്പായിരിക്കാം, അതിൻ്റെ പേരിൽ അദ്ദേഹം ചെയ്ത നല്ല വാർത്തകളെ മുഴുവൻ നിരാകരിക്കുന്ന, അദ്ദേഹത്തെ സംശയത്തിൻ്റെ നിഴൽ നിർത്തുന്ന രീതിയിൽ തേജോവധം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. താങ്കൾക്ക് എങ്ങനെ തോന്നുന്നു? അല്ല, അത് ഈ ട്രോള് ചെയ്യുന്ന ഒരു പ്രത്യേക രീതി നമ്മുടെ നാട്ടിൽ ആയിക്കഴിഞ്ഞു. ഇപ്പം നമ്മളിപ്പം ഒരു വാർത്ത നമ്മൾ കൊടുത്തു കഴിഞ്ഞു, ആ വാർത്തയുടെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്ന ആളുകളെ നോക്കുമ്പം അവരുടെ ഒരു പെഡിഗ്രി മനസ്സിലാകും. അവരുടെ സംസ്കാരം മാത്രമല്ല, അവരുടെ പെഡിഗ്രിയും മനസ്സിലാകും. അതിനോട് നമുക്ക് പാർലമെൻ്ററി ആയിട്ട് യോജിക്കാം, വിയോജിക്കുകയും ചെയ്യാം. പാർലമെൻ്ററി ആയിട്ട് വിയോജിക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷേ പലരും ഉപയോഗിക്കുന്ന ഭാഷ, അപ്പം നമ്മുടെ പ്രേക്ഷകർ തന്നെ പലതരത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ട്രോള് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് ആ ട്രോള് ചെയ്യുന്നവൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഒരാൾക്കൊരു ചെറിയ തെറ്റ് വന്നത് ഇത്ര വലിയ ട്രോള് ചെയ്യേണ്ട കാര്യങ്ങളില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ സംസ്ഥാനത്തെ പത്രമാധ്യമങ്ങളുടെ തകർച്ച ദൃശ്യമാധ്യമങ്ങളുടെ വളർച്ചയ്ക്ക് വഴിതെളിച്ചു. ദൃശ്യമാധ്യമങ്ങളുടെ തകർച്ച സോഷ്യൽ മീഡിയയുടെ വളർച്ചയ്ക്ക് വഴിതെളിച്ചു. ഇവിടെ ഓരോ പൗരനും ഓരോ പത്രാധിപരായിട്ട് മാറിയിരിക്കുകയാണ്. ആർക്കും എന്തും എപ്പോഴും എവിടെ വെച്ചും വിളിച്ചു പറയത്തക്ക വിധത്തിൽ ഈ സോഷ്യൽ മീഡിയ വലിയൊരു സ്പേസാണ് കൊടുക്കുന്നത്. അവിടെ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് പ്രകൃതി നിയമം. എത്രയോ സോഷ്യൽ മീഡിയ, എത്രയോ വാർത്താ യൂട്യൂബ് ചാനലുകളുണ്ട്. എന്തുകൊണ്ട് മറുനാടൻ മുന്നിൽ നിൽക്കുന്നു? അല്ലെങ്കിൽ അതിനോട് ചേർന്ന് മറ്റ് ചില ലീഡ് ചെയ്യുന്ന കുറച്ച് ചാനലുകളല്ലേ വരുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ്? സാറിൻ്റെ പോയിന്റിലേക്ക് ഞാൻ വരികയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാകുന്ന ഒരു കാലമാണ്. ശരിക്കും ഇതിന് പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. ശരിക്കും നെഗറ്റീവ് സൈഡാണ് ഇപ്പോൾ രൂക്ഷമായ ഒരു പ്രതിസന്ധിയായിട്ട് തന്നെ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ അടുത്തിടെ നടൻ സിദ്ദിഖിൻ്റെ മകൻ മരിച്ചു. ഈ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യൂട്യൂബ് ചാനലുകളെല്ലാം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാട്ടിക്കൂട്ടിയ നെറുകേട്, എന്തോരം അദ്ദേഹത്തിൻ്റെ കണ്ണീരൊപ്പുന്നു, അദ്ദേഹം നിസ്കരിച്ചിട്ട് വരുന്നതിൻ്റെ ക്ലോസപ്പ് വിഷ്വൽസ് എടുക്കുന്നു, അദ്ദേഹത്തോട് തന്നെ പ്രതികരണം ചോദിക്കുന്ന സാഹചര്യം പോലും ചില ചേട്ടന്മാർ ചെയ്തായിരുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ അതിര് കവിഞ്ഞ മാധ്യമപ്രവർത്തനം ഒന്നും ഞാൻ വിശേഷിപ്പിക്കുന്നില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയുടെ വരവാണ്, ഇവരുടെ വിശ്വാസമില്ലായ്മയാണ് സോഷ്യൽ മീഡിയയ്ക്ക് സ്പേസ് ഒരുക്കുന്നത് എന്ന് താങ്കൾ പറയുമ്പോൾ, മറുനാടൻ ഉൾപ്പെടെയുള്ള ചാനലുകളുടെ വരവ് ഇവരുടെ ഇല്ലായ്മ മറ്റുള്ളവർക്ക് വളക്കൂറാകുന്നു എന്ന് പറയുമ്പോൾ, ഇത്തരത്തിലുള്ള എന്താ പറയുക കൊള്ളരുതായ്മകൾ നമുക്ക് കണ്ടില്ല എന്നടിക്കാൻ പറ്റുമോ? ഇവർ എസ്പെഷ്യലി സിദ്ദിഖിൻ്റെ വീട്ടിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ. തീർച്ചയായിട്ടും അത് നമ്മൾ കാണുന്നേ ഉള്ളൂ. പത്രമാധ്യമ രംഗത്ത് ഇത് തന്നെ ഉണ്ടായിരുന്നല്ലോ. ഒരുപാട് മഞ്ഞപ്പത്രങ്ങൾ നമ്മുടെ രാജ്യത്തില്ലായിരുന്നു.
ആളുകളെ തെറി പറയാനും അല്ലെങ്കിൽ ആളുകളെ അപമാനിക്കാനും ആളുകളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിക്കാനും ചെയ്യുന്ന ദൃശ്യം പത്രമാധ്യമ രംഗത്തും ഉണ്ടായിരുന്നു. ഇത് കുറച്ചു കാലത്തേക്ക് നിൽക്കുന്ന ഒരു വളരെ ഹ്രസ്വകാലമായ ഒരു പ്രവണത മാത്രമാണ്. കുറേ കഴിയുമ്പോൾ ആളുകൾ അതിനെ തള്ളിക്കളയും. അത് നിലനിൽക്കില്ല. ഈ സോഷ്യൽ മീഡിയയ്ക്കുണ്ടായ ഇപ്പോൾ ഒരു താങ്കൾ പറഞ്ഞ ഒരു വിശ്വാസ്യതയുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾ ചിലരെങ്കിലും എന്താ പറയുക, അവരിലെ വിശ്വാസ്യതയില്ലായ്മ അല്ലെങ്കിൽ അവരെ ജനങ്ങൾ അവിശ്വസിക്കുന്നത് കൊണ്ട് ജനങ്ങൾ ന്യൂ മീഡിയ മറുനാടൻ ഉൾപ്പെടെയുള്ള ചാനലുകളെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നു. ഇത് എത്ര നാൾ കാണും? അത് ഈ സോഷ്യൽ മീഡിയ സത്യസന്ധത എത്ര കാലം പുലർത്തുന്നു അത്രയും കാലം കാണും. കാരണം ഉദാഹരണത്തിന് മനോരമയും മാതൃഭൂമിയും ഒക്കെ നിയന്ത്രിക്കുന്നത് പരസ്യക്കാരാണ്. കുറച്ച് മുമ്പ് അനീഷ് പറഞ്ഞാണ്. അതൊരു സത്യമാണ്, അത് സത്യം തന്നെയാണ്. പക്ഷേ മറുനാടനെ പോലെയുള്ള മറ്റ് സോഷ്യൽ മീഡിയയെ പത്രക്കാരെ, മാധ്യമങ്ങളെ അല്ലെങ്കിൽ പരസ്യക്കാരെ അങ്ങനെ സ്വാധീനിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം സ്വാധീനിക്കുന്ന പരസ്യക്കാർക്കെതിരായ വാർത്ത കൊടുക്കുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ദൃശ്യമാധ്യമങ്ങളോ പത്രമാധ്യമങ്ങളോ അല്ല, സോഷ്യൽ മീഡിയയാണ്. അവിടെയാണ് സോഷ്യൽ മീഡിയ വേറിട്ട് നിൽക്കുന്നത്. അപ്പോൾ പണം കൊടുത്ത് എന്തും വാങ്ങിക്കാൻ കഴിയും എന്നുള്ള വ്യാവസായിക രംഗത്തെ ചില ഭീമന്മാരുടെ അഹന്തയ്ക്ക് അടി കൊടുക്കാൻ പറ്റിയത് കേരളത്തിലെ സോഷ്യൽ മീഡിയ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മറുനാടനടക്കമുള്ള സോഷ്യൽ മീഡിയയെ ബഹുമാനിക്കുന്നത്. ചില ആളുകളുടെ ആശുപത്രിയിലെ പേഷ്യൻസ് കൊല്ലപ്പെട്ടാൽ വാർത്ത വരില്ല, കിഡ്നി മോഷ്ടിച്ചുകൊണ്ട് പോയാൽ വാർത്ത വരില്ല, രോഗിയെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലിട്ട് തല്ലിക്കൂട്ടിയാൽ വാർത്ത വരില്ല, ഇവിടെ കൊണ്ട് പിന്നെ കോറി നടത്തിയാലും വാർത്ത വരില്ല, പൊളിഞ്ഞു വീഴുന്ന വലിയ സ്കൈ സ്ക്രാപ്പേഴ്സ് പിന്നെ വലിയ കെട്ടിടങ്ങൾ പണി കൊടുത്താൽ വാർത്ത വരില്ല, മോശം തുണി കൊടുത്താൽ വാർത്ത വരില്ല, മോശം സ്വർണം കൊടുത്താൽ വാർത്ത വരില്ല. പക്ഷെ നിങ്ങളത് ചെയ്യുന്നുണ്ട്. ആ സത്യസന്ധത എത്ര കാലം പുലർത്താൻ സോഷ്യൽ മീഡിയയ്ക്ക് കഴിയുമോ അത്രയും കാലം സോഷ്യൽ മീഡിയയ്ക്ക് ഇവിടെ നിലനിൽപ്പുണ്ട്. പക്ഷേ ഇത് ചെയ്യുമ്പോഴും ഇപ്പോൾ മറുനാടിൻ്റെ പ്രോസ്പെക്റ്റിൽ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു മാധ്യമപ്രവർത്തകൻ, മുതിർന്ന മാധ്യമപ്രവർത്തനമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞു കാര്യം, മറുനാടൻ ചെയ്യുന്നതല്ല ജേർണലിസം, ഷാജൻ സ്കറിയ ചെയ്യുന്നതല്ല ആക്ച്വൽ ജേർണലിസം എന്ന് പറയുന്നു. താങ്കൾ യോജിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആക്ച്വൽ ജേർണലിസം എന്താണ്? സോ കോൾഡ് ഇപ്പോഴത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്യുന്നതാണ് ജേർണലിസം. മറുനാടൻ ചെയ്യുന്നത് ഒരു വ്യക്തി ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് സബ്ജക്റ്റീവായി അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പറയുന്നു. അങ്ങനെ ഒരാൾക്ക് തോന്നിയത് വായിൽ വരുന്നത് വിളമ്പുന്നതല്ല മാധ്യമപ്രവർത്തനം എന്നാണ് അദ്ദേഹം പറയുന്നത്. യോജിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഷാജന് അദ്ദേഹത്തിൻ്റെ ക്യാമറയുടെ മുന്നിൽ കാര്യം പറയുന്നു, എൻ്റെ മൊബൈലിൽ ഞാനത് നോക്കുന്നു. ഷാജൻ പറയുന്നത് കേൾക്കണ്ടായി ഞാൻ അങ്ങോട്ട് പോകണ്ടായല്ലോ, അത് കേൾക്കണ്ട. 25 ലക്ഷം ആളുകൾ ഷാജൻ പറയുന്നത് കേൾക്കുന്നു. ഇദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വിമർശകൻ പറയുന്ന എത്ര പേര് കേൾക്കുന്നു? അദ്ദേഹം പറയുന്ന എസ്റ്റാബ്ലിഷ്ഡ് പത്രങ്ങൾ പറയുന്ന എത്ര പേര് കേൾക്കുന്നു? അർത്ഥമില്ലാത്ത കാര്യമാണത്. ഇത് കാലഘട്ടത്തിൽ വന്ന മാറ്റമാണ്. ഈ കാലഘട്ടത്തിൽ വന്ന മാറ്റം മാത്രമല്ല, അനിവാര്യമായ മാറ്റവും കൂടിയാണ്. ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും സഹിച്ചേ പറ്റൂ. മനോരമ എന്ത് കള്ളം അടിച്ചാലും, മാതൃഭൂമി എന്ത് കള്ളത്തരം പറഞ്ഞാലും പത്രം ഞാൻ വരുത്തിപ്പോയില്ലേ, അതവിടെ കിടക്കുകയല്ലേ, എനിക്ക് വേണമെങ്കിൽ വായിക്കാതിരിക്കാം, അതല്ലേ ചെയ്യാനൊക്കത്തുള്ളൂ. മീഡിയയിൽ ടിവിയുടെ മുന്നിലിരിക്കുകയാണെങ്കിൽ എനിക്ക് വാർത്ത മാറ്റാം. അപ്പോൾ കള്ളം പറയുന്ന വാർത്തയിൽ നിന്നും പച്ചക്കള്ളം പറയുന്ന വാർത്തയിലേക്ക് ഞാൻ മാറ്റുന്നു. അതാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുര്യോഗം. ഈ മുഖ്യധാര മാധ്യമങ്ങൾ അവർക്കൊരു ബദലായി അല്ലെങ്കിൽ ഒരു ഭീഷണിയെ ഉയർന്നു വരുന്ന സമൂഹ മാധ്യമങ്ങളെ പലപ്പോഴും ആക്ഷേപിക്കുന്നത് ഇത് പൈങ്കിളി സാഹിത്യമാണ് അല്ലെങ്കിൽ പൈങ്കിളി വൽക്കരണമാണ്, ഇവർ പറയുന്നത് ഇക്ലി വാർത്തകളാണെന്നൊക്കെ പറയുന്നു. യോജിക്കുന്നു? ഞാൻ യോജിക്കുന്നില്ല. ഇക്ലി വാർത്തകൾ പറയുന്ന സോഷ്യൽ മീഡിയ ധാരാളമുണ്ട്. പക്ഷേ ഈ രംഗത്ത് സ്വന്തം അന്തസ്സും ആത്മാഭിമാനവും അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിബിലിറ്റിയും ഒക്കെ നിലനിർത്തി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചാനലുകൾ അങ്ങനെ തന്നെ നിൽക്കും. അതിന് സംശയിക്കേണ്ട. ഇക്ലി വാർത്തകൾ എവിടെയും കൊടുക്കാം. പത്രരംഗത്ത് ഇക്ലി വാർത്തയില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ കോവിഡ് കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രമുഖ ബോളിവുഡ് നടിയുടെ പ്രസവമായിരുന്നു ആ കോവിഡ് ലോക്ക്ഡൗൺ പീരീഡ് മുഴുവൻ ഒരു പ്രമുഖ ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ദിനപത്രത്തിൻ്റെ വാർത്ത. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആ നടിയുടെ പേരെടുപ്പാണ് അവർ നടത്തിയത്. 6 മാസത്തോളം അവരത് ആഘോഷിച്ചു. അതായത് ഫ്രം ദ ഡേ 1 ആ നടി പ്രസവിക്കുന്നത് വരെ അവരത് ആഘോഷിച്ചു. പക്ഷേ അത് മറ്റൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആരെങ്കിലും ചെയ്താൽ അത് പൈങ്കിളി, അവർ ചെയ്യുമ്പോൾ നിങ്ങളിട്ടാൽ നിക്കർ ഞാനിട്ടാൽ ബർമുഡ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. എന്താ അതിനെക്കുറിച്ച് താങ്കളുടെ? അത് ഈ പാപ്പിരാസി സംസ്കാരം, ഡയാനയുടെ അന്തത്തിന് വെടിതെളിച്ച് തന്നെ ഈ പാപ്പിരാസികളാണ്. പാപ്പിരാസികൾ മലയാളത്തിലുണ്ട്, അത് ദൃശ്യമാധ്യമ രംഗത്ത് പാപ്പിരാസികളുണ്ട്, പത്രമാധ്യമ രംഗത്ത് പാപ്പിരാസികളുണ്ട്, സോഷ്യൽ മീഡിയയിലും അവരുണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോഴെങ്കിലും ചില പ്രതികരണങ്ങൾ, ചില വാർത്തകൾ, ചില പൈങ്കിളിവൽക്കരണം ഇതൊക്കെ കാണുമ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, ഒരു റെഗുലേഷൻ വേണമെന്ന് വ്യക്തിപരമായി എനിക്ക് അഭിപ്രായമുണ്ട്. താങ്കൾക്ക് യോജിപ്പുണ്ടോ? അല്ല, റെഗുലേഷൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഈ റെഗുലേഷൻ വരുമ്പോൾ അത് പത്രമാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുമെന്ന് എനിക്ക് ആശങ്കയുണ്ട്. ഈ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? ഒരാളൊരു ക്യാമറ ഓൺ ചെയ്ത് വെച്ച് കണ്ണിൽ കണ്ടതെല്ലാം പറയുന്നതിൽ ഒരു നീതിരാഹിത്യമില്ല. അതായത് ഒരാൾക്ക് എന്തും പറയാം എന്നുള്ളൊരവസ്ഥ വരുന്നത് ശരിയാണോ? അത് അവിടെ ഒരു സെൻസർഷിപ്പ് വേണ്ടേ? അത് സെൻസർഷിപ്പ് വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ആര് സെൻസർഷിപ്പ് ചെയ്യും? എന്തായിരിക്കും സെൻസർഷിപ്പിൻ്റെ മാനദണ്ഡം എന്ന് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയിൽ അത് ദുരുപയോഗപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് ഞാൻ കാണുന്നത്.
ഈ IT ആക്ടിലൊക്കെ ചില ഭേദഗതികളൊക്കെ ഇനിയും വരുന്നു, ചിലത് വന്നു കഴിഞ്ഞു, ഇനിയും വരുമെന്നൊക്കെ പറയുന്നു. വരാൻ പോകുന്ന കാലഘട്ടത്തിലെ ഒരു മാറ്റമായിട്ട് ലേശം ഹൈപ്പത്തറ്റിക്കലാണ്, എന്നാലും താങ്കളോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വിഷ്വൽ മീഡിയയുടെ ഒരു ഭാവി എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, വിഷ്വൽ മീഡിയയ്ക്ക് തീർച്ചയായിട്ടും ഈ ഒരു ടെക്നോളജി നിലനിൽക്കുന്നിടത്തോളം വിഷ്വൽ മീഡിയയ്ക്ക് ഭാവിയുണ്ട്. നാളത്തെ കാലം വിഷ്വൽ മീഡിയയിൽ വരുന്ന മാറ്റം നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷെ മറ്റൊരു കാര്യമുള്ളത്, ആർക്കും എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുകയല്ല ചെയ്യേണ്ടത്. എന്തും വിളിച്ചു പറയുന്നവനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാൻ തയ്യാറായാൽ ഈ പ്രശ്നം തീരും. ഓക്കെ, ഏതായാലും ഇതൊക്കെ ചിന്തിക്കേണ്ട അധികാരികൾ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. നന്ദി.